പരിത്രാണായ സാധൂനാം, സാധുവിനെ രക്ഷിക്കാനായിട്ട്, വിനാശായ ച ദുഷ്കൃതം, ദുഷ്കൃതം ഒടുക്കാനായിട്ട്, ധർമ്മത്തെ സംസ്ഥാപനം ചെയ്യാനായിട്ടാണ് ഞാൻ ലോകത്തിലേക്ക് യഥോവിധി യുഗം തോറും അവതരിക്കുന്നത്. സാധുവിനെ രക്ഷിക്കാനായിട്ടാണ്. ആ സാധുവായവനേവ നിങ്ങൾ ഭക്തിയോടും കൃഷ്ണ. ആരാ ഭഗവാനെ ഈ സാധു? നിന്നാസ്തുതിർ മൗനി സുഖ ദുഃഖർ മൗനി. നിന്നീ സ്തുതി ഒരുപോലെ ഗണിക്കുന്നവനും മാനവും അപമാനവും ഒരുപോലെ സഹിക്കാൻ കഴിവുള്ളവനും ആരാണോ അവനാണ് എൻ്റെ ഭക്തൻ. ഇന്നിവിടെ ലോകനാഥനായ വിഭു സർവേശ്വരനായി സർവ്വ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞുകൊണ്ട് കോടി സൂര്യന്മാരുടെ തേജസ്സോടുകൂടി ശ്രീഹരിയായി നമ്മുടെ സൽക്ഷേത്രത്തിൽ, ഈ ഭാരതത്തിൽ തന്നെ ഏറ്റവും പാവനവും പുണ്യവുമായ പാർത്ഥസാരഥി ക്ഷേത്രം, ഇത്ര മഹനീയമായ ക്ഷേത്രം ഈ ഭാരതത്തിൽ തന്നെ ഇല്ല. അത്രയും മഹത്രണീയമായ ഈ ക്ഷേത്രത്തിൽ ഇരിക്കുന്നത് പോലും കോടി പുണ്യമാണ്. ഭഗവാന്റെ അനുഗ്രഹാശസ്സുകൾ നമ്മളിലേക്ക് ചൊരിഞ്ഞിരിക്കുന്ന ഈ സന്ദർഭം നമ്മുടെ അനുഗ്രഹമാണ് ഇന്നിവിടെ വന്നെത്തിയിരിക്കുന്നത്. നമ്മുടെ ഭാഗ്യമാണ് സജ്ജനങ്ങളെ. ലോകനാഥനായ വിഭുവിൻ്റെ ഇന്നത്തെ അവതാര ഉദ്ദേശ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ലോകനാഥനായ ഭഗവാൻ ഇന്ന് ഗജേന്ദ്രന് മോക്ഷം കൊടുക്കാനായിട്ടാണ് ഈ ഭൂമണ്ഡലത്തിലേക്ക് വീണ്ടും അവതരിച്ചിരിക്കുന്നത്. പ്രത്യക്ഷനായി വന്നിരിക്കുകയാണ് ശ്രീഹരിയായി. ഇന്നത്തെ അവതാര ഉദ്ദേശം നമുക്ക് നോക്കാം. പാണ്ഡ്യാധിപതി നൃപസുതനായ ഇന്ദ്രദ്യുമ്നൻ, നല്ലവണ്ണം വിഷ്ണു ഭക്തനായ ഭാഗവതോത്തമനായ ഇന്ദ്രദ്യുമ്നൻ, അദ്ദേഹം അനേക കാലം നല്ലവണ്ണം രാജ്യപരിപാലനം ചെയ്ത് സർവജീവിതങ്ങളും ഉപേക്ഷിച്ച് മലയാതിരിയുടെ സാനുക്കളിലേക്ക് പുറപ്പെടുകയാണ് തപസ്സിനായി. അങ്ങനെ തപസ്സി ശ്രേഷ്ഠനായിരിക്കുന്ന കാലത്തിൽ സമാധിയിലേക്ക് സമാഗതമായ സമയം, സമാധിയിലിരിക്കുകയാണ്, തപസ്യല്ലേ. ആ സമയത്ത് ആ അഗസ്ത്യമുനി, കുംഭേന്ദ്രനായ അഗസ്ത്യ മഹർഷി അവിടേക്ക് എത്തുന്നു. തന്നെ യാതൊരു രീതിയിലും ആദരിച്ചില്ല എന്ന നിഗമനത്തോടു കൂടി ഇന്ദ്രദ്യുമ്നൻ സമാധിയിലിരുന്നെന്ന് അഗസ്ത്യ മഹർഷി അറിഞ്ഞില്ല. ആ സമയം തന്നെ ധിക്കരിക്കാൻ അത്രേ യാതൊരു രീതിയിലും ഒരു ഉരിയാട്ടവുമില്ലാതെ, എന്നോട് ചിന്തനകളൊന്നുമില്ലാതെ മിണ്ടാതെ നിന്നതിന്റെ കാരണം എന്നെ ധിക്കരിക്കാൻ അത്രയെന്ന് ചിന്തിച്ച അഗസ്ത്യ മഹർഷി ശാപം കൊടുക്കുകയാണ്. എന്നെ മര്യാദപൂർവ്വം ആദരിക്കാൻ ഞാൻ നീയെ കാട്ടാന തലവനായി, കരിവീരനായി, ഗജേന്ദ്രനായി ഭവിക്കട്ടെ. മഹർഷീശ്വരന്മാരുടെ ശാപമല്ലേ. യുഗം കലിയുഗമല്ല, ദ്വാപരമല്ല, ത്രേതായുഗമല്ല, സത്യയുഗമാണ്, കൃതയുഗം. അനേക യുഗങ്ങൾ കഴിഞ്ഞിട്ടും നാലാമത്തെ യുഗത്തിൽ എത്തിയിട്ടും നമ്മളത് പ്രകീർത്തിക്കുകയാണ്, പ്രഘോഷിക്കുകയാണ്. വീണ്ടും വീണ്ടും അവതാര ഉദ്ദേശത്തിന് വേണ്ടി ഭഗവാൻ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ശാപം കിട്ടിയ കരിവരൻ സമാധിയിൽ നിന്ന് കരിവരനായി തീർന്നു ഇന്ദ്രദ്യുമ്നൻ. ആ സമയത്ത് ലോകനാഥനായ വിഭു ചിന്തിച്ചു, എൻ്റെ നിശ്ചയങ്ങളും നിശ്ചിത്യ. മോക്ഷം കൊടുക്കാൻ ഒരു കാരണവും അവിടെ സമാഗതമായിരിക്കുകയാണ്. ആ സമയത്ത് ഇന്ദ്രദ്യുമ്നൻ സമാധിയിൽ നിന്നും ഉണർന്നു. നിർവഭടന്മാരും അർജുനും കൂടി പിന്നാലെ കൂടി, മഹർഷിയെ, ഞാൻ അറിയാതെ ചെയ്തു പോയ അപരാധമാണ്, എനിക്ക് മാപ്പ് തന്നാലും അറിയാതെ ചെയ്ത തെറ്റാണ്, ഞാൻ സമാധിയിലിരുന്നത് കൊണ്ടാണ് അങ്ങയുടെ ആഗമനോദ്ദേശം അറിയാതെ പോയത്. നിശ്ചയദാർഢ്യത്തോടു കൂടി, അല്ലാതെ ഒരിക്കലും ഞാൻ അങ്ങയെ അനാദരിച്ചിട്ടില്ല. സാധുവായ വിഷ്ണു ഭക്തനാണ് ഞാൻ. ആ സമയത്ത് അഗസ്ത്യ മഹർഷി പറഞ്ഞ എന്താണ്? രാജൻ, അങ്ങയുടെ നല്ല മനസ്സ്, അങ്ങക്ക് ഇന്ന് ഏൽക്കാൻ പോകുന്ന ഈ ശാപം ഏറ്റിരിക്കുന്നതിന്റെ ഫലം ലോകനാഥനായ വിഭുവിന്റെ കാരുണ്യത്തോടുകൂടി മോക്ഷത്തിലേക്ക് എത്താനുള്ള കാലയമനിയ പോകുന്ന സമയത്ത് നിനക്ക് സാരൂപ്യ മോക്ഷമാണ് ഞാന് വിധിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാന്റെ നിയോഗം. കാരണം കർത്ത വികർത്ത ഗഗനോഗുഹ, കരുണീയനായ ഭഗവാന്റെ കരുണയില്ലാതെ ഈ ലോകത്താർക്കും ജീവിക്കാനാവില്ല. യാഗദാനാധിപത സാധ്യായ സന്യാസൈക യോഗകർമ്മണ സദാ യത്നവാനെങ്കിലും സിദ്ധിക്കയില്ല. മൽപദപ്രാപ്തി, മൽഭക്തി കൊണ്ടും സജ്ജന സേവ കൊണ്ടും എന്നേ മൽപദപ്രാപ്തി സാമർഥ്യത്താലേ വരാ. അതുകൊണ്ട് അങ്ങേക്ക് ഏറ്റിക്കുന്ന ശാപം ഇന്ന് ലോകനാഥനായ വിഷ്ണു ഭഗവാന്റെ നിയോഗമാണ്. അതിനെന്ത് വേണം? അങ്ങ് കാട്ടാനത്തലവനോടുകൂടി
വനത്തിലേക്ക് ആഗമിച്ച് കാട്ടാനകളോടുകൂടി ചേർന്നുകൊണ്ട് വസിച്ചാലും ശവമോക്ഷമായി കൊടുത്തത് എന്താണ്? ഒരിക്കൽ ലോകനാഥനായ വിഷ്ണു ഭഗവാൻ നിന്നെ വന്ന് തൃക്കൈകൾ കൊണ്ട് തലോടും. ആ സമയത്ത് നിനക്ക് മോക്ഷമാണ്, സാരൂപ്യമോക്ഷം. എന്താണ് കിട്ടുന്നത്? സാരൂപ്യമോക്ഷമാണ്. സാലൂക്യ, സാമീപ്യ, സായുജ്യ, സാരൂപ്യമോക്ഷം. 4 രീതിയിലാണ് നമുക്ക് മോക്ഷം. ഭഗവാന്റെ സ്വരൂപത്തോട് ചേർക്കലാണ്. അതിൽ കൂടുതലൊന്നും ഉണ്ടോ? അങ്ങനെ ശാപഗ്രസ്തനായ കരിവരൻ വനത്തിലേക്ക് പോകുന്നു. വനമെല്ലാം സംഭീതി പരത്തി, താൻ അവിടെയെല്ലാം അനാദരവ് കാട്ടി, ആകെക്കൂടി സകലരെയും ദേഷിപ്പിച്ചുകൊണ്ട് ഗജശ്രേഷ്ഠനായിട്ട് ഗജേന്ദ്രനായിട്ട് വാഴുകയാണ്. അങ്ങനെ കുറെ കാലം നാടെല്ലാം സംഭീതമാക്കിയിട്ട് കുറച്ചു കാലത്തിന് ശേഷം നാട്ടിലിറങ്ങി അവിടെയും സംഭീതി പരത്തി. അങ്ങനെ എല്ലാ ജനങ്ങൾക്ക് തന്നെ വെറുതെ മുട്ടിച്ചു. നമ്മുടെ ഗജേന്ദ്രൻ ഗജന്മാരുടെ ഇന്ദ്രനല്ലേ, ഗജശ്രേഷ്ഠനല്ലേ, ഭഗവാന്റെ കുംഭോത്ഭവനായ അഗസ്ത്യ മഹർഷിയുടെ ശാപഗ്രസ്തനായ ആളല്ലേ. അങ്ങനെ അല്പനേരം പോലും വൈകുണ്ഠ ഭക്തി മറക്കാതെ ഈശ്വര സർവഭൂതാനം ഹൃദ്ദേശി അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായേയ. ലോകനാഥനായ വിഭുതന്റെ ഉള്ളിലാണെന്ന ബോധവും സർവഭൂതങ്ങളുടെ ഉള്ളിലാണ് ഈശ്വരൻ വസിക്കുന്നതെന്ന ആ സ്വബോധത്തോടുകൂടി വൈകുണ്ഠ ഭക്തി മറക്കാതെ അനന്യമായ മനസ്സോടുകൂടി സർവവും ഈശ്വര അർപ്പണ ബോധത്തോടുകൂടി സർവതീർത്ഥ പാദങ്ങളിലൂടെ തൊഴുത് നമിച്ച് സ്നാനം ചെയ്ത് ആ കുംഭീന്ദ്രൻ നടന്നു. കുറെ കാലത്തിന് ശേഷം കരിവരന്മാരോട് ഒന്നിച്ചുകൂടി ത്രികൂട പർവ്വതത്തിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതത്തിലേക്ക് വരികയാണ്. ത്രികൂട പർവ്വതം, അതിനകത്ത് ഋതുമത്ത ഉദ്യാനം, ദേവലോക സദൃശ്യമായ ഉദ്യാനം, ഭഗവാന്റെ നന്ദന ഉദ്യാനമാണ്. ദേവലോകത്തിലെ ഏറ്റവും വലിയ ഉപവനം, പൂന്തോട്ടം. അതിനെ വെല്ലുന്ന രീതിയിലുള്ള ഋതുമത്തായ നിമ്നകമായ അതിമനോഹരമായ പാവനമായ ഉദ്യാനം ഋതുമത്തായ ഉദ്യാനത്തിൽ അതിനോട് ചേർന്നതിന്റെ ഒത്ത മധ്യത്തിലായി പുഷ്കരണി എന്ന താമര പൊയ്യ സ്ഥിതി ചെയ്യുന്നു. ഇതൊക്കെ കണ്ടിട്ട് കരിവരന് ഇഷ്ടപ്പെട്ടു. ഇനിയുള്ള കാലശേഷവും വിഷ്ണുബുദ്ധ്യ ഇവിടെ എനിക്ക് ജീവിക്കാൻ ഉത്തമമായ സ്ഥലമാണെന്ന് നിശ്ചയിത്യ ലോകനാഥനെ ഉള്ളിൽ വെച്ചുകൊണ്ട് അല്പനേരം പോലും ഭഗവാന്റെ ഭക്തിയിൽ നിന്ന് അവന് ഇളക്കം വന്നില്ല. ഈശ്വരനും വരനും ഒന്ന്, സർവേശ്വരനായ ഭഗവാൻ നമ്മുടെ ഉള്ളിലാണ് വസിക്കുന്ന ബോധത്തോടുകൂടി, ആ തിരിച്ചറിവോടുകൂടി ഞാൻ എൻ്റേത് എനിക്കെന്നുള്ള ഭാവമൊക്കെ വെടിഞ്ഞ് അനേക കാലം അവൻ അവിടെ ജീവിച്ചു. അതിനുശേഷം ഒരു മധ്യാഹ്നത്തില് മറ്റു കരിവരന്മാരോട് ചേർന്നുകൊണ്ട് പുഷ്കരണിയിലേക്ക്, ആ താമര പൊയ്യിലേക്ക് സ്നാനം ചെയ്യാനായിട്ട് ഇറങ്ങുകയാണ് കരിവരൻ. ഇന്ദ്രദ്യുമ്നൻ ഗജേന്ദ്രനായി ഭവിച്ചിരിക്കുന്ന ആ കാട്ടാന. അങ്ങനെ ആ ജലധിയിലൂടെ നീന്തി തുടിച്ച് ജലപാനമൊക്കെ ചെയ്തു നിൽക്കുമ്പോൾ തന്റെ പാദത്തിൽ എവിടെയോ ഒരു പിടി വീണു. ആ വേദന സഹിക്കവയ്യാതെ ഉലകിടം പിളർക്കുമാറ് അവൻ അലറി. ത്രിലോകങ്ങളും മാറ്റളിക്കൊണ്ടു അവന്റെ അലർച്ച അത്രമാത്രമായിരുന്നു. തന്റെ കാലില് ഏതോ ജീവിയാണ് പിടിച്ചിരിക്കുന്നത്, മനസ്സിലായില്ല. മറ്റു കരിവരന്മാർ അശേഷം വന്ന് അടുത്ത് നിന്നുകൊണ്ട് സന്തോഷത്തോടുകൂടി അവനെ കരയിലേക്ക് അടുപ്പിക്കാൻ നോക്കുന്നു. നക്രേന്ദ്രൻ അവനെ അകത്തേക്ക് പിടിക്കുന്നു. മറ്റു കരിവരന്മാരെല്ലാം പിന്നോക്കും പോയി, സാധ്യമല്ലെന്ന് നിശ്ചയിച്ചുകൊണ്ട് അങ്ങനെ അനേക കാലം നക്രവും ആ കുംഭേന്ദ്രനും അതിനകത്ത് സ്നാനം ചെയ്ത് നീന്തി തുടിച്ച് നിൽക്കുകയാണ്. കാരണം ഒരു കാലിന് സ്വാധീനമില്ല. തുമ്പിക്കരവും കണ്ണുകളും മാത്രം, നാസാഗ്രം മാത്രമേ ഉള്ളൂ. വെളിയിൽ ബാക്കി മൊത്തം അമ്പുതിയിലാണ്, ജലധിയിലാണ് കിടക്കുന്നത്. അങ്ങനെ കുറെ കാലം ചെന്ന സമയം അർത്ഥനായി സർവവും ഭഗവാന്റെ പാദാരവിന്ദങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ലോകനാഥനായ വിഷ്ണു മുരാരേ ജഗൽപദേ ഗോവിന്ദാനന്ദ ശിവരാമ വന്ന് അടിയനെ ഈ അർണസിൽ നിന്നും
ഈ അർണവസിൽ നിന്നും, ഈ ദുഃഖത്തിൽ നിന്നും, നിമജ്ജനായ എന്നെ കരകയറ്റു ലോകനാഥനായ നാരായണ. താനെന്നുള്ള മത അഹങ്കാരങ്ങളൊക്കെ നീക്കിക്കൊണ്ട് സാധുവായിട്ട്, ഞാനെന്ന അഹംഭാവം ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. അതെല്ലാം അവൻ ഉപേക്ഷിച്ച് സർവമായി നിശ്ചിധ്യ. ഭഗവാന്റെ ലീല കൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു സംരംഭം ഉണ്ടായത്. ഭഗവാൻ വന്ന് ഈ അടിയനെ രക്ഷിച്ചാലും. ആ വിളി എവിടെ കേട്ടു? വൈകുണ്ഠത്തിൽ. ഭഗവാന്റെ സാക്ഷാത്കാരത്തെത്തി അഹങ്കാരമൊക്കെ മറന്ന് തന്നെ ആരാശ്രയിക്കുന്നുവോ അവൻ ആശ്രയം ഞാനാകുന്നു. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. സർവകർമ്മങ്ങൾ ഒഴിച്ച് എന്നെ ശരണം പ്രാപിക്കൂ, നിന്നെ ഞാൻ സർവപാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാം. അതാണ് ശ്രീഹരി, ലോകനാഥനായ വിഭു. അതാണ്. ഒരിക്കലും സാമർഥ്യത്താലേ നമുക്ക് ഭഗവാനെ കിട്ടില്ല. ലോകത്തുള്ളതെല്ലാം നമുക്ക് വിലയ്ക്ക് മേടിക്കാം, ഇത്രയും ലോകങ്ങളും നമ്മുടെ കയ്യിൽ അടക്കാം. ഭഗവാന്റെ കരുണയില്ലെങ്കിലോ, ലോകനാഥനായ ഭഗവാന്റെ പാതാരബിന്ദങ്ങൾ നമ്മുടെ മനസ്സു നിന്നില്ലെങ്കിലോ, ഇതൊക്കെ പ്രതാപിലാണ്. ആ സമയത്ത് തന്നെ മതിമറന്ന് താനെന്നുള്ള അഹംഭാവം ഒക്കെ വെടിഞ്ഞ് സർവവും ഈശ്വര അർപ്പണ ബോധത്തോടുകൂടി നാരായണായേരി സമർപ്പിച്ച് ഭഗവാൻ വന്ന് ഈ അടിയനെ, ഈ ദാസനെ രക്ഷിച്ചാലും വിഭോ കേണ ഉരുണ്ട് തുമ്പിക്കൈ മാത്രമേ ഉള്ളൂ. അതെവിടേക്ക് എത്തുന്നു അവിടുന്നൊക്കെ താമര പൂക്കളെല്ലാം പറിച്ചെടുത്ത് വിഷ്ണു വന്ന് നിശ്ചയിച്ചുകൊണ്ട് ഭഗവാനെ സ്മരിച്ച് പൂജ ചെയ്യുകയാണ് ഇന്ദ്രൻ. ഗജേന്ദ്രനായി കിടക്കുകയാണ് അർണസ്സിൽ. ആ പുഷ്കരിണിയില്, ആ തടാകത്തില്, താമര പൊയ്കയില് അനേക കാലം കൊണ്ട് കിടക്കുകയാണ്. കാലിൽ നക്രം പിടിച്ചിട്ടുമുണ്ട്. ആ സമയം ലോകനാഥനായ വിഭു നേരത്തെ തന്നെ അവതരിച്ചിരുന്നതാണ്. ഇങ്ങനെ കാലം ഉണ്ടാവുമെന്നൊക്കെ ഭഗവാൻ എല്ലാം പറഞ്ഞിരിക്കുന്ന ആളല്ലേ. ഈ ശാപം കിട്ടിയ സമയത്ത് തന്നെ ഗജേന്ദ്രന് മോക്ഷം കൊടുക്കാനായിട്ട് ഭഗവാൻ അവതരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ജ്യോതിരാത്മാനന്ദ സ്വയം ധാമാവ അഖിലേശൻ ഹരിമേധാവിനുദ്ധരണിയിൽ നിന്നഹോ ഹരിയായി അവതരിച്ചുടനെ ഗജേന്ദ്രനെ പെരിയ നക്രത്തിങ്കൽ നിന്നുടനഹോ പരിഭരണം ചെയ്യുവാനധുന ഹരിയായി അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. അന്നീവണ്ണം ഭവിക്കുന്ന സങ്കടം ഒന്നീ തീർത്തി രക്ഷിക്കാൻ ഇത്ര കാരുണ്യം കലർന്നവരാര്? മറ്റത്തിൽ ലോകത്തിങ്കൽ നാഥ പ്രസീതമേ. അന്നന്ന് ലോകത്തുണ്ടായ സർവകന്മഷം തീർക്കാൻ ഭഗവാനാണ് അവതരിക്കുന്നത്. കാരണം സത്വഗുണപ്രധാനായ ഹരിയാണ് നമ്മളെ ഇപ്പം നിലനിർത്തുന്നത്. ഒരാൾ സൃഷ്ടി സ്ഥിതിപാലകൻ വിഷ്ണുവാണ്. ലോകത്തിന് എന്ത് തിന്മയുണ്ടാകുന്നുവോ, എന്ത് നാശത്തിലേക്ക് പോകുന്നുവോ ആ ധർമ്മത്തെ സംസ്ഥാപനം ചെയ്ത് നിലനിർത്താനായിട്ട് ലോകനാഥനായ ശ്രീഹരിയാണ് അവതരിക്കുന്നത്. അങ്ങനെ ഋതുമത്താം ഉദ്യാനത്തിലേക്ക് ഗരുഡോപരി ഭഗവാൻ വിളങ്ങി സമാഗതമായി. ഭഗവാൻ ഗരുഡന്റെ ഉപരിയിൽ നിന്നിറങ്ങി പുഷ്കരണിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. കരിവലനെയും നക്രത്തെയും കരിയിലേക്ക് അടുപ്പിക്കുന്നു. ആ സമയം ഭഗവാന്റെ തൃച്ചക്രമെറിഞ്ഞ് വക്രം പിളർന്ന് നക്രേന്ദ്രനെ, ആ നക്രത്തെ, അഗ്രാഹത്തിനെ, ആ മുതലയെ പിളർക്കുകയാണ്, വധിക്കുകയാണ്. അപ്പോൾ അവന്റെ ശരീരത്തിൽ നിന്നും ഒരു ശോഭ മുകളിലേക്ക് അമ്പരാന്തരത്തിലേക്ക് ഉയർന്നു. അത് പണ്ട് ശാപം കിട്ടി ശാപഗ്രസ്തനായി കിടന്ന ഹൂഹു എന്ന ഗന്ധർവനായിരുന്നു, ഗന്ധർവരാജനായിരുന്നു. അത് ശാപം കിട്ടാനുള്ള കാരണം ഗന്ധർവരാജനെ കാണാനായിട്ട് ദേവല മഹർഷി ചെല്ലുന്നു. ആ സമയത്ത് ദേവല മഹർഷിയും ഈ ആളും കൂടി, ഈ ഗന്ധർവ രാജാവും കൂടി ഒരു പൊയ്കയിൽ തടാകത്തില് സ്നാനം ചെയ്യാനായിട്ട് പോകുന്നു. കയ്യിൽ ജലം കോരി ധ്യാന നിമഗ്നനായി മഹർഷി നിൽക്കുമ്പോൾ ആ സമയത്ത് ഗന്ധർവ രാജാവ് കാലിൽ തമാശ രൂപേണ പിടിക്കുന്നു. സമനില തെറ്റിപ്പോയി, സ്വന്തം നില തെറ്റിപ്പോയി, കാലിൽ പിടിച്ചില്ലേ, ആ ധ്യാനത്തിന് ഭംഗം വന്നു. ആ സമയത്ത് ശപിക്കുകയാണ്, നീ ഇത് ചെയ്തതുകൊണ്ട്
ഗ്രാഹമായി ഭവിക്കട്ടെ. തമാശ രൂപേണ ചെയ്തതാണ്, നർമ്മം കാണിച്ചതാണ്. പറ്റിയതോ വലിയ വൻ അപകടം. അപ്പോൾ ശാപമോക്ഷം കൊടുത്തു. നീ മുതലയായി കിടക്ക്, ഒരു കാലത്ത് നിന്നെ ശ്രീഹരി നല്ല രൂപത്തിലേക്കാക്കി നിനക്ക് ശാപമോക്ഷം തന്ന് നിന്നെ രക്ഷിക്കുന്നതായിരിക്കുമെന്ന് ശാപമോക്ഷം കൊടുത്തു ദേവല മഹർഷി. അങ്ങനെ മഹർഷീശ്വരന്റെ ശാപം കൊണ്ടാണ് ഈ നക്രം അനേക കാലങ്ങളായിട്ട് കിടക്കുകയായിരുന്നു നമ്മുടെ പുഷ്കരണി. അവിടെയാണ് വന്ന് ഗജേന്ദ്രൻ പെട്ടതും ഗജേന്ദ്രന്റെ കാലിൽ നക്രം പിടിച്ചത്. ഇതിനൊക്കെ കാരണങ്ങളാണ്, എല്ലാം അറിഞ്ഞിരിക്കുന്നതല്ലേ ഭഗവാൻ. ആ സമയത്ത് ഹുഹു എന്ന ഗന്ധർവന് ശാപമോക്ഷം കിട്ടിയിട്ട് ആകാശത്തേക്ക് പൊങ്ങി നിന്നു. അവര് സ്വർഗത്തിലല്ലേ വസിക്കുന്നത്, ഗന്ധർവരാജനല്ലേ. ആ സമയത്ത് ശ്രീഹരിയെ സ്തുതിക്കുന്നു. ഗോവിന്ദാനന്ദ ശിവരാമ ലോകാഭിരാമ, സമസ്ത അപരാധം ക്ഷമിച്ച് ദുസംഗം ഒരിക്കലും ഒരു നാളും ഇനി എനിക്ക് ഉണ്ടാവരുത്. അവിടുത്തെ ഏറ്റവും പരമഭക്തനായി എന്നെ അനുഗ്രഹിക്കണം, സർവപാപങ്ങളിൽ നിന്നും മോചിപ്പിക്കണം. ദുസംഗം എനിക്ക് ഒരു നാളും ഉണ്ടാവരുത്. സർവാശിസോടുകൂടി ഭഗവാന്റെ അനുഗ്രഹാശിസെല്ലാം നൽകി നിനക്കൊത്തവണ്ണം എന്താണോ നിന്റെ മനസ്സിലെ ആഗ്രഹം അതെല്ലാം സഫലീകരിക്കട്ടുന്ന അനുഗ്രഹത്തോടുകൂടി ഗന്ധർവൻ ഭഗവാനെ താണു വണങ്ങി സ്വർഗത്തിലേക്ക് പോകും. അതിനുശേഷം ലോകനാഥനായ വിഭു കരിവരനെ ആ ഗജേന്ദ്രനെ തൃക്കൈകൾ കൊണ്ട് തലോടുകയാണ്. സ്പർശമേറ്റ മാത്രയിൽ തന്നെ ശാപമോക്ഷം എങ്ങനെയായിരുന്നു? സാരൂപ്യമോക്ഷം, ഭഗവാനിലേക്ക് ഭഗവാന്റെ സ്വരൂപത്തോട് ചേരാനുള്ള മോക്ഷമാണ് അന്ന് അഗസ്ത്യ മഹർഷി അരുളപ്പാടോടുകൂടി കൊടുത്തിരുന്നത്. ഭഗവാനോട് ചേരുകയാണ് സാരൂപ്യമോക്ഷം. അതിനപ്പുറം ഒന്നും ലോകത്തില്ല. സാലോക്യ, സാമീപ്യ, സാരൂപ്യ, സായുജ്യമോക്ഷം. സായുജ്യമായെങ്കിൽ കൈവല്യ ആനന്ദപ്രാപ്തിയാണ്. സാമീപ്യമോക്ഷം ഭഗവാന്റെ സമീപത്തേക്ക് എത്താനുള്ളതാണ്. സാലോക്യമോക്ഷം ഭഗവാനിലേക്ക് എത്താനുള്ള വഴികളാണ്. സാരൂപ്യമോ സ്വന്തം സ്വരൂപത്തോടെ ചേരാനുള്ള യോഗമാണ്. അഹോ ഭാഗ്യമാണ് സജ്ജനങ്ങളെ. അങ്ങനെയാണ് നമ്മുടെ ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവിനെ പരമ വൈകുണ്ഠ ഭക്തി മറക്കാതെ ജീവിച്ചതിന്റെ ഫലമായി സാരൂപ്യമോക്ഷത്തോട് ഹരിയോട് ലയിച്ചു. പോകുന്ന വഴിയെല്ലാം ഭഗവാൻ നല്ല നല്ല ആജ്ഞകൾ കൊടുത്ത് അവനെ സന്തോഷത്തോടു കൂടി നിനക്ക് ഈ ശാപം കിട്ടിയതെല്ലാം നിനക്ക് മോക്ഷത്തിലേക്കുള്ള വഴികളായിരുന്നു. നമുക്ക് എന്തെല്ലാം ദുർഘടങ്ങൾ സഹിക്കേണ്ടി വന്നുവോ അതെല്ലാം നന്മയ്ക്കുള്ള പടവുകളാണ്, വഴികളാണ്. സുഖിക്കുന്നവരല്ല ഭഗവാനെ അറിയുന്നത്, ദുഃഖിക്കുന്നവൻ മാത്രമേ ഭഗവാനെ അറിയൂ. അങ്ങനെ വൈകുണ്ഠത്തെത്തി സന്തോഷത്തോടുകൂടി തന്റെ ഭക്തനെ തന്നിലേക്ക് സാരൂപ്യ മോക്ഷത്തിലേക്ക് ലയിപ്പിച്ചു. ഇന്നിവിടെ ഈ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പ്രത്യക്ഷ കൃഷ്ണനായി നരനാരായണ ക്ഷേത്രമാണിത്. കോടി സൂര്യന്മാരുടെ തേജസ്സാണ് ഇവിടെ വർഷിച്ചിരിക്കുന്നത്. സജ്ജനങ്ങളെ, നമ്മളിലേക്ക് ഒഴുകുന്നത് അനേക കോടി സൂര്യന്മാരുടെ തേജസ്സാണ്. അവിടുത്തെ അനുഗ്രഹമാണ് നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തിരുമുറ്റത്ത് നിൽക്കുന്നത് പോലും പാവനമാണ്, കോടി പുണ്യമാണ്, നമ്മുടെ മുൻജന്മ സുകൃതമാണ്. അത്രമാത്രം ഭഗവാന്റെ കടാക്ഷമാകുന്ന അമൃത് നമ്മളിലേക്ക് ചൊരിഞ്ഞിരിക്കുന്ന സന്ദർഭമാണ്. അഹോ ഭാഗ്യം. ഭഗവാൻ സക്ഷേത്രത്തിൽ ഒന്നെത്താനായെങ്കിൽ ഭഗവാൻ സർവ്വതും നമസ്കൃത്യ, ആരത് ഭഗവാനെ നമസ്കരിച്ച് വണങ്ങി താണ വീണ് തൊഴു കൈകോട്ട് കൂടി അപേക്ഷിക്കുന്നുവോ അതിനപ്പുറം ലോകത്തൊന്നുമില്ല. അർജുനോട് പറഞ്ഞതുപോലെ ഉലകിരേഴം കീഴ്മേൽ മറിപ്പാനും പണിയല്ല നിനക്കു ഹിതമെങ്കിൽ നീ പറഞ്ഞാൽ ഈ 14 ലോകവും ഞൊടി ഇടകൊണ്ട് ഞാൻ മറിക്കും. എന്താണ്? നീ എന്നെ ശരണം പ്രാപിച്ചവനാണ്. അതാണ് ഉലകിരേഴം കീഴ്മേൽ മറിപ്പാനും പണിയല്ല നിനക്കു ഹിതമെങ്കിൽ. ഭഗവാന്റെ വാദത്തെ ഉള്ളിൽ വെച്ചുകൊണ്ട് അഹങ്കാരം എന്ന മഹാവ്യാധി ഒരിക്കലും വന്നു പോകാതെ ഞാൻ എൻ്റേത് എനിക്കെന്നുള്ള ഭാവ വ്യത്യാസങ്ങളെല്ലാം മാറ്റി വരുന്ന ഭോജ്യങ്ങൾ എടുത്ത് വരാത്തതിനാൽ ഒരു നേരവും ദുഃഖിക്കാതെ നാനാത്വഭേദമില്ലാതെ സർവരെയും സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി സ്വന്തം ഭവനങ്ങളിൽ സർവവും യഥോവിധി ഭഗവാനിൽ സമർപ്പണം ചെയ്തുകൊണ്ട് വേണം നാം ജീവിക്കേണ്ടത്. നമുക്കിന്ന് ഒരു ദിവസം സൂര്യൻ ഉദിച്ച് അസ്തമിച്ചു കഴിയുമ്പോൾ അന്നേ ദിവസം നാം മരിച്ചു കഴിഞ്ഞു. നാളെ മറ്റൊരു ദിവസമാണ്. ഒരു സെക്കൻഡ് പോലും നമുക്ക് കളയാൻ ഈ ലോകത്തില്ല.
നാളെ മറ്റൊരു ദിനമാണ്. നമ്മളുടെ ജീവിതത്തിലെ ഓരോ ദിവസവും നമ്മൾ മരിച്ചു കൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് പോലും കളയാതെ എത്രയും നമ്മുടെ ഓരോ ദിവസവും വിലപ്പെട്ടതാവണം. അതല്ലേ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കുട്ടികളൊക്കെ ചെയ്യണം, സ്വയം പരിശോധന, സംശോധന ചെയ്യണം. നാം ഇന്ന് എന്താണ് ചെയ്തത്? ഇന്ന് അച്ഛനമ്മമാരെ ഒന്ന് സഹായിക്കാൻ പറ്റിയോ? ആർക്കെങ്കിലും ഒരു നല്ല വചനം പറഞ്ഞു കൊടുക്കാൻ പറ്റിയോ? ആരെങ്കിലും ഒന്ന് സഹായിക്കാനുള്ള മനസ്സുണ്ടായോ? ആരുടെയെങ്കിലും കണ്ണുനീരൊപ്പാൻ ഇന്നേ ദിവസം നമ്മളെ ഭഗവാൻ അനുഗ്രഹിച്ചുവോ? അതാണ് നമുക്ക് കൊണ്ടുപോകാനുള്ള വഴി. അതിനപ്പുറം ഈ ലോകത്ത് നേടേണ്ടതായി ഒന്നുമില്ല. അന്യം ഉപേക്ഷിച്ച് സേവിക്കുന്നവർക്കാണ് ഭഗവാന്റെ അനുഗ്രഹം. മാനവ സേവ മാധവ സേവയാണ്. മനുഷ്യനെ സേവിക്കലാണ് മാധവ സേവ. അതാണ് ഭഗവാൻ ഇഷ്ടം. മന്മന ഭവ മദ്ഭക്തോ മദ്യാജീമം നമസ്കുരു മാമേ വൈസ് സത്യന്തേ പ്രതിജാനെ പ്രിയോസിമി. എന്നിൽ മനസ്സുറപ്പിക്കൂ, എന്നിൽ ബുദ്ധി നിർത്തൂ, അതിനുമേൽ നീ എന്നിൽ തന്നെ വസിക്കും. അർജുന, ആ ഭഗവത്ഗീത ഉപദേശം നാം പഠിക്കണം, പഠിച്ച് പ്രാവണം ചെയ്യണം സജ്ജനങ്ങളെ. കാരണം ഈ കലിയുഗത്തിൽ നമുക്ക് ഒരുപാട് ദുഃഖങ്ങളാണ് കൂടുതൽ. ഈ കലിയുഗത്തിലെ ജനങ്ങൾക്ക് പക്ഷെ ഭാഗ്യമുണ്ട് ജനിച്ചത്. നാമസങ്കീർത്തനം കൊണ്ട് മാത്രം നമുക്ക് മോക്ഷമാണ് വിധിച്ചിരിക്കുന്നത്. ധ്യാനമാം കൃതയുഗേ യജ്ഞമാന്ത്രേതായുഗേ അർച്ചനം ദ്വാപരയിൽ നാമസങ്കീർത്തനം കലിയിൽ. നാമസങ്കീർത്തനം കൊണ്ട് മാത്രം നമുക്ക് മോക്ഷത്തിലെത്താൻ ഈ കലിയുഗത്തിലെ ജനങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അതിനപ്പുറം ഒന്നില്ല നേടേണ്ടതായിട്ട്. നമുക്ക് എങ്ങനെയാണ് ഇനി ഭക്തി ആർജിക്കേണ്ടത്? ആധാര ചക്രങ്ങൾ കഴിഞ്ഞ് നമ്മൾ പടവുകൾ കഴിഞ്ഞ് 6 ആധാരം കടന്ന് മുകളിൽ എത്തിയെങ്കിലേ നമുക്ക് എന്തെങ്കിലും നേടാനാവത്തുള്ളൂ. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, ആജ്ഞ, വിശുദ്ധി. ഈ 6 പടവുകൾ മേളിൽ ചെന്നിട്ട് 7ാമത്തെ പടവാണ് സഹസ്രാര പത്മം. 6 ആധാരം കടന്നിട്ട് പരിമരി വീടും താമരപ്പൂതന്മേലാറും ചൂടിയിട്ടുവ ശിവനുടെ പദപങ്കേരുകം നിന്നൂറും അമൃത. അതാണ് സഹസ്രാര പത്മം. അവിടെ നിൽക്കുന്നത് ആരാണ്? മഹാദേവനാണ്, മൃത്യുവിന്റെ ദേവത. നമ്മൾ ജനിച്ച സമയത്ത് തന്നെ നിജമാതാവിൻ ജഡരത്തിൽ ഉത്ഭവിച്ചപ്പോൾ തന്നെ ധാതാവിൻ നിയോഗമതാന്തരം വരാ ഹേതുവും മരണകാലത്തിങ്കൽ ഓരോ നിജാതനായിരുന്നപ്പോഴേ കൽപ്പിപ്പോന്നത്രേ. ജനിച്ച സമയത്ത് തന്നെ മൃത്യുവും പറഞ്ഞു വിട്ടു. അതിനെവിടെ നിപ്പുണ്ട്? ബ്രഹ്മരന്ധ്രം മൂർധാവിലുണ്ട്. ആ മൂർധാവിൽ നിൽക്കുന്നത് ആരാണ്? മഹാദേവനാണ്, കാലകാലനാണ്. അദ്ദേഹത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്ത് വേണം? നമ്മുടെ കർമ്മപദം എപ്പോഴും അലങ്കരിക്കപ്പെട്ട് ഞാനേ എൻ്റേത് എനിക്കെന്നുള്ള ഭാവമില്ലാതെ എല്ലാവർക്കും വേണ്ടി. എന്താണ് ഈ ലോകം? ഈശ്വരൻ എന്താ? ഈ ഇച്ഛ, ശാസം, അഗ്നി, 3ന്റെയും ഗുണരൂപിതമായ ഈശ്വരൻ. ആ ഈശ്വരനെ എവിടെയാണെന്ന് തിരിച്ചറിയണം. അതാണ് മൂലാധാരം തിരിച്ചറിയണം. 1ാമത്തെ പടവ് മൂലാധാരമാണ്. മൂലാധാര സംസ്ഥനായിരിക്കുന്നത് ആരാണ്? ഏകോ വിഷ്ണു, ഏകോ പരമേശ്വര. 2 ശാസ്ത്രങ്ങളെ കൊണ്ട് നിന്ദിക്കുന്നവൻ കണ്ടുകൊള്ളുകയില്ല പരമാർത്ഥ തത്വത്തെയും. 2ആയി കാണുന്ന അജ്ഞാന മതമാണ്. സൃഷ്ടി, സ്ഥിതി, ലയം 3 കർത്തവ്യത്തിന് വേണ്ടി ഏകൻ അനേകനായി പ്രവർത്തിക്കുകയാണ്. രാജസം, സാത്വികം, താമസം 3 ഗുണങ്ങളോടുകൂടി നമ്മളിൽ ഉത്ഭൂതമാണ്. ഈ 3 സ്വഭാവങ്ങളും നമ്മളിലുണ്ട്. രജോ ഗുണ ചിത്തം ചഞ്ചലമാണ്, അത് ബ്രഹ്മദേവന്റെയാണ്. രാജസം. സത്വഗുണപ്രധാനൻ ഹരി, ഹരിഗുണം വേണം നാം നിത്യവും ശീലിക്കേണ്ടത്. അവിടെയാണ് നമുക്ക് ഉണർവ്. തമോ ഗുണം ഭഗവാൻ മഹാദേവന്റെയാണ്. മൃത്യുവിന്റെ ദേവതയായ ഭഗവാനിലേക്ക് എത്തുമ്പോഴേക്ക് നമുക്ക് ആയാൽ മതി. സത്വഗുണപ്രധാനൻ ഹരിഗുണം. ഈ പ്രപഞ്ചത്തെ ഇപ്പൊ നിലനിർത്തുന്നത് വിഷ്ണു ഭഗവാനാണ്. ബ്രഹ്മദേവൻ സൃഷ്ടിക്കുന്നു, സ്ഥിതി പാലകനായ വിഷ്ണു ഭഗവാനാണ് സ്ഥിതി ചെയ്യിക്കുന്നത്. സംഹാരം മഹാദേവനിൽ. 3 കർത്തവ്യങ്ങൾ മൂലാധാരമാണ്. ആ സ്വരൂപത്തെ നമ്മളെ തിരിച്ചറിയണം. ഭഗവാൻ നമ്മുടെ വിഷ്ണു ഭഗവാൻ നമ്മുടെ മനസ്സാണ്. കേവലം മനസ്സതിന് കാരണമെന്നും വന്നു. ജീവനും പരനും ഒന്ന്, ഇല്ല സംശയം. ജീവാത്മാവും പരമാത്മാവും നമ്മളെ സ്ഫുരിക്കുന്ന ജ്യോതിസോടുകൂടി തെളിഞ്ഞു നിൽക്കുകയാണ്. ആ തിരിച്ചറിവ് വേണം. എന്തുകൊണ്ട് എന്നിട്ട് നമ്മൾ മോക്ഷത്തിലേക്ക് എത്തുന്നില്ല? ഭഗവാൻ വലിയ രീതിയിൽ നമ്മുടെ ഉള്ളിൽ നിൽക്കുകയാണ്. ജീവാത്മാവും പരമാത്മാവും ഒന്നായി ശോഭിച്ചുകൊണ്ട് പ്രശോഭിച്ചുകൊണ്ട് നമ്മൾ ഇരുന്നിട്ടും നാം എന്താണ് അതിലേക്ക് എത്താത്തത്? ജാഗ്രത, സ്വപ്ന, സുഷുപ്തി. മായയുടെ 3 ആവരണങ്ങൾ അതിനകത്ത് മറയായിട്ട് നിൽക്കുകയാണ്. ഈ മറ മാറിയെങ്കിൽ മാത്രമേ മോക്ഷത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് മോക്ഷം കിട്ടാൻ വീണ്ടും വീണ്ടും കർമ്മം കിടന്നതുകൊണ്ടാണ് ജന്മം വരുന്നത്. കഴിഞ്ഞ ജന്മത്തെ ബാക്കി അനുഭവിക്കാനാണ് നമ്മൾ വീണ്ടും
ഈ ജന്മത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പൊ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് നമുക്ക് അടുത്ത ജന്മം. നമ്മുടെ കർമ്മ പ്രവർത്തികളുടെ അനുസരിച്ച് ആശ്രയിച്ചിരിക്കുന്ന നമ്മളുടെ അടുത്ത ജന്മം. അപ്പൊ എന്ത് വേണം? സത്യാംശ ഉദ്ഭൂതനായിരിക്കുന്ന ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ധ്യാനം, ജപം, ഉപാസന നിത്യവും ചെയ്യാൻ എന്ത് വേണം? മനസ്സിനെ ഏകാഗ്രമായിട്ട് ധ്യാനം ശീലിക്കണം. തന്റെ മനസ്സ് വിഷ്ണുവാണെന്ന ബോധത്തോടുകൂടി, ഹൃദയം പരമേശ്വരനാണെന്ന സാക്ഷാത്കാരത്തോടുകൂടി, ബ്രഹ്മരന്ധ്ര മൂർധാവിലുണ്ട് അവിടെ നിൽക്കുന്ന മഹാദേവനാണ്. നമുക്ക് മരണം മാറ്റിവെക്കാനാവില്ല. ജനിച്ചത് ആരാണോ അവിടെ മരണം പ്രത്യക്ഷമാണ്. അത് ഏത് സമയത്താണെന്ന് നമുക്കറിയില്ല. നമ്മുടെ കർമ്മവാസനയ്ക്ക് ഒത്തവണ്ണമേ മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് അത് മൂലമങ്ങ് ഗതിയിലേക്ക് പോകും. അത് അനുസരിച്ച് വേണം നമ്മൾ ഓരോ ദിവസവും മരണം വരുമിനിയെന്ന് നിനച്ചുക മരുവുക സതതം. എല്ലായ്പ്പോഴും ആ കാഴ്ചപ്പാട് നമുക്ക് വേണം. നമ്മളിവിടെ സ്ഥിരരല്ല നാം നിൽക്കുന്നത്. നമ്മൾ വീട്ടിലെത്തുമോന്ന് ബോർഡ് എഴുതി വെച്ചിട്ടല്ല വന്നത്. കാലമാകുന്ന അഹി അത് നമ്മളെ തളയ്ക്കും. ആ ബോധം, അതിലൊരു ഭയം, ഒരു ഈശ്വര ഭയം, മറ്റൊന്നിനും ഭയം വേണ്ട. ഭഗവാനിലൊരു ഉൾഭയം ഉണ്ടെങ്കിൽ, തന്റെ മനസ്സുണർന്ന് ഉത്തമ യോഗിയായെങ്കിൽ അതിനപ്പുറം നേടേണ്ടതായി നമുക്ക് ഒന്നുമില്ല. ബ്രഹ്മ വിഷ്ണു മഹേശ്വര മൂലാധാരമാണ്. ആ തിരിച്ചറിവ് തെളിവുറ്റ മനസ്സായി കഴിയുമ്പോൾ സ്വ അധിഷ്ഠാനം ഇഷ്ടരൂപത്തെ ധ്യാനിക്കൂ. ധ്യാനം ജപ ഉപാസന ശീലിക്കുമ്പോൾ ഭഗവാന് തിരിവില്ല. എഗോ വിഷ്ണു, എഗോ പരമേശ്വര രണ്ടായിട്ട് കാണുന്ന അജ്ഞാന മതമാണ്. കാര്യസാധ്യത്തിന് വേണ്ടിയാണ് ഭഗവാൻ അവതരിക്കുന്നത്. ഭഗവാനുടെ 10 അവതാരങ്ങൾ വന്നില്ലേ? മത്സ്യമായി, കമഠമായി, സുകരമൂർത്തിയായി, ഹിരണ്യകശിപിനെ കൊല്ലാനായിട്ട് ഭഗവാൻ നരസിംഹമൂർത്തിയായി, വാമനമൂർത്തിയായി, പരശുരാമനായി, ശ്രീരാമനായി, ബലഭദ്രസ്വാമിയായി, ശ്രീകൃഷ്ണനായി. ഇന്നലെ മോഹിനി അവതാരവും ഇവിടുത്തെ കഴിഞ്ഞു. ഇനി അനേക ഉപ അവതാരങ്ങളുമുണ്ട്. നാളെ ഇനി ശ്രീ പാർത്ഥസാരഥി അവതാരമാണ് ഈ സൽക്ഷേത്രത്തിൽ നടക്കുന്നത്. യുഗങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ ഇവിടെ നടമാടുകയാണ്. നമ്മുടെ കോടി പുണ്യമാണ് ഈ സൽക്ഷേത്രം സജ്ജനങ്ങളെ. അപ്പോൾ അധിഷ്ഠാനപ്പെടുത്തണം. നാനാത്വത്തിൽ ഏകത്വം കാണണം. ഏകന അനേകനായി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ഒന്നേ ഉള്ളൂ. ആ ഭഗവാൻ ഇഷ്ടരൂപത്തെ ഏത് രീതി നിങ്ങൾ മനസ്സിൽ കണ്ടാലും അതിനെ സാക്ഷാത്കാരമാണ്. പർവ്വതയിൽ നിന്നൊഴുകിടും ജലമെല്ലാം ഓരോ നദികൾ മാർഗത്തൂടെ പോയിട്ട് വാരാന്യതയോട് കൂടുന്നത് പോലെ പർവ്വതത്തിൽ ജലം വീണാല് നദികൾ മുഖേന അത് സമുദ്രത്തിലെത്തും. അതുപോലെ നമ്മൾ ഏത് ശക്തിയിൽ ഭഗവാനെ എന്ന് വിളിക്കുന്നു, എന്ത് വിളിച്ചോ എല്ലാം ഒന്നാണ്. അതിനപ്പുറം രണ്ടെന്ന ശാസ്ത്രങ്ങളെ കൊണ്ട് നിന്ദിക്കുന്നവൻ ഒരിക്കലും പരമാർത്ഥത്തെ ഗ്രഹിക്കാനാവില്ല. അത് അജ്ഞാന മതമാണ്. ഒന്നായി കാണണം. അങ്ങനെ അധിഷ്ഠാനപ്പെടുന്ന ഇഷ്ട രൂപത്തിലിരിക്കുന്ന ഭഗവാനെ മനസ്സിൽ വെച്ച് ആരാധന ചെയ്യാൻ പഠിക്കണം. ഏത് രീതിയിൽ? ശരീരം സ്വരൂപം തഥാവ കളത്രം യശശ്ചാരുചിത്രം മനം മേരുതുൽ മനശ്ചേന്നലഗ്നം ഗുരോരംഗ്രി പദ്മേ തദകിം 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 തദകിം. മനസ്സാകുന്ന കോവിലിൽ ഇഷ്ടരൂപത്തെ ആരാധന ചെയ്യൂ. അവിടെ പ്രത്യക്ഷീഭവിച്ചു വെക്കൂ. ആ പാദത്തിലേക്ക് അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അത് പടിപടികളായിട്ട് നമ്മുടെ ശ്രവണമാണ്. ആദ്യം കേൾക്ക മാത്രമേ വേണ്ടൂ ഭക്തി ഉണ്ടാവാൻ. കീർത്തനം, ഭഗവാന്റെ നാമം കീർത്തിക്കൂ. കീർത്തനം അത് കഴിഞ്ഞ പാദസേവനമാണ്. ഭഗവാനെ ഉള്ളിൽ വെച്ച് ആ പാദത്തിലേക്ക് വേണം അർച്ചന ചെയ്യാൻ. ഏത് ഭാവത്തിൽ? വന്ദിച്ചുകൊണ്ട്, ദാസഭാവത്തിൽ. അവിടുത്തെ വിനീത ദാസനാണ് ഞാൻ. നമുക്കൊരിക്കലും ഭഗവാനെ സാമർത്ഥ്യത്തല്ലേ കിട്ടില്ല. ഭഗവാന്റെ ദാസഭക്തനാവണം. അവിടെയാണ് നമുക്ക് യാഗദാനമോ വ്രതമോ സദ്യയോ തമസ്സോ ഇതൊന്നും കൊണ്ട് നമുക്ക് എത്താനാവില്ല പൂർണ്ണതയിൽ. സജ്ജന സംസർഗം കൊണ്ടും സദ്ഭക്തി കൊണ്ടും നാമസങ്കീർത്തനം കൊണ്ടും എന്നേ മൽപദപ്രാപ്തി സാമർത്ഥ്യത്താലെ ഒരിക്കലും നമുക്ക് കൈവരുത്താനാവില്ല. അങ്ങനെയാണ് ഇഷ്ടരൂപത്തെ ഉള്ളിൽ വെച്ച് ആരാധന ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് സുഖമുണ്ടാകുക. പിന്നെ എന്ത് വേണം? എതിർച്ചാലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സര സമസിദ്ധാവസിദ്ധൗചാ കിട്ടുന്നതിൽ സന്തുഷ്ടനും ആരോടും മത്സരിക്കാത്തവനും സമഭാവനയുള്ളവൻ ആരാണോ അവന് എന്തെല്ലാം കർമ്മത്തിൽ വികല്പമുണ്ടായാലും നേടേണ്ടത് നേടും. ഈ 3 കാര്യങ്ങൾ നമ്മൾ മറക്കരുത്. കിട്ടുന്നതിൽ സന്തുഷ്ടനാവണം. ആരോടും മത്സരം വേണ്ട.
നമ്മളെല്ലാം ഒരേ വൈഷ്ണവ കുടുംബത്തിലെ അംഗങ്ങളാണ്. മനുഷ്യന്റെ അർത്ഥം എന്താണ്? മനുഷ്യാണാം സഹസ്രേഷു കശ്ചിദ് സിദ്ധേ, 1000-ൽ ഒരാൾ പോലും എന്റെ സിദ്ധിയെ തിരിച്ചറിയുന്നില്ല. കാരണം മനുഷ്യന്റെ അർത്ഥം നമ്മുടെ സനാതന ധർമ്മം അനുഷ്ഠിക്കുന്ന ഹിന്ദുവിനെ അറിയത്തില്ല. സനാതന ധർമ്മമാണ് നമ്മുടെ കയ്യിൽ, പണ്ടേ ഉണ്ടായിരുന്നതാണിത്. ഇപ്പൊ പുതുതായിട്ട് വന്നതല്ല. ഋഷിവര്യന്മാര് ദാനമായി നമുക്ക് തന്നിരിക്കുന്ന പടവുകളാണിത്. അത് പഠിച്ച് പ്രാപണം ചെയ്യൂ സജ്ജനങ്ങളെ. അപ്പൊ നമുക്ക് എന്ത് വേണം? ഈശ്വരനെ ഉള്ളിൽ വെച്ച് പ്രാർത്ഥന ചെയ്തുകൊണ്ട് മനുഷ്യന്റെ അർത്ഥം പഠിക്കണം, മനനം ചെയ്യാനുള്ള കഴിവ് മനുഷ്യന് മാത്രമേ ഭഗവാൻ കൊടുത്തിട്ടുള്ളൂ. മൃഗങ്ങൾക്ക് അച്ഛനമ്മമാരെ തിരിച്ചറിവുണ്ടോ? മനുഷ്യന് മാത്രമേ മനസ്സിലാക്കാനുള്ള കഴിവ് ഭഗവാൻ ദാനമായി കൊടുത്തിട്ടുള്ളൂ. എത്ര ക്ലേശിച്ചിട്ടാണ് ഒരു മനുഷ്യ ജന്മം വന്ന് നമ്മൾ ഭൂമിയിലേക്ക് അട്ടയായും പുഴുവായും ഏതെല്ലാം ജീവികളായും ഈ ലോകത്ത് വന്നിട്ട് ഭഗവാന്റെ അനുഗ്രഹമല്ലേ ഒരു മനുഷ്യ ജീവിതം. മനനം ചെയ്യാനുള്ള കഴിവ് മനുഷ്യന് മാത്രമല്ലേ ഉള്ളൂ. കയ്യിൽ വന്നും തീയ ധന്യമാനുഷ ജന്മത്തിൻ സുഹൃതമൂർത്ത് നമിച്ചു പോകൂ. കയ്യിൽ വന്നെത്തിയ ധന്യമായ മനുഷ്യ ജന്മം, അതിനെ ഭഗവാനാൽ സമർപ്പിതമായി ഏകോപിത മനസ്സോടുകൂടി ഭഗവാൻ മാത്രമേ എനിക്ക് സർവ ഗുരുവായിട്ടുള്ളൂ. ശ്രീകൃഷ്ണ പരമാത്മാവ് ആരാണ്? ജഗത് ഗുരുവാണ്. ജഗത്തിന്റെ ഗുരുവായി വേണം ഭഗവാനെ നമിക്കാൻ. അല്ലയോ ജഗത് ഗുരു. ആ ദാസഭക്തിയിൽ ഭഗവാനെ വിളിക്കുമ്പോൾ പ്രത്യക്ഷനാണ്. കൂടെ എപ്പോഴും പിരിയാത്തൊരാ സത്യം ആത്മാവ് മാത്രമെന്ന് ബോധ്യമാക്കൂ. കൂടെ എപ്പോഴും പിരിയാൻ നിൽക്കുന്ന ആരാണ്? ആത്മാവായിരിക്കുന്ന സാക്ഷാത്കരിച്ചിരിക്കുന്ന ഭഗവാൻ മാത്രമേ ഉള്ളൂ നമ്മുടെ കൂടെ പിരിയാതിരിക്കുന്നത്. ബാക്കി ബന്ധങ്ങളെല്ലാം വിട്ടുപോകുന്നതാണ്. ഇന്ന് നമുക്കുള്ളതെല്ലാം ഇന്നലെ നമുക്കില്ലായിരുന്നു. നമുക്കുള്ള മക്കൾ വന്നു, ഭർത്താവ് വന്നു, ഭാര്യ വന്നു, ഇവരെല്ലാം ഇപ്പം വന്നു പെട്ടവരാണ് അല്ലേ? നമ്മളിതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ? തനിയല്ലേ നാം ഭൂമിയിലേക്ക് എത്തിയത്? സ്വന്തമായി എന്തുണ്ട് നമുക്ക്? നമുക്ക് സ്വന്തമായി ഈ ലോകത്തൊന്നുമില്ല. നടന്റെ നാടകശാലയിൽ നടനമാടുന്ന നടന കർത്താക്കളാണ് നാം. നമ്മെ നടനമാടിക്കുന്നത് ലോകനാഥനായ ജഗദീശ്വരനാണ്. അദ്ദേഹത്തിന്റെ കയ്യിലെ കളിപ്പാവയാണ് മനുഷ്യൻ. ആ ബോധം നമുക്കുണ്ടായെങ്കിൽ താഴ്മതാനത്യുന്നതി താണ സ്ഥലത്തെ നീരോടു, അവിടെ ദൈവം തുണ നിൽക്കൂ. താഴ്ചയിലേക്ക് നോക്കണം, ഒരിക്കലും നമ്മൾ മുകളിലേക്ക് നോക്കരുത്. നമ്മളെക്കാൾ എത്രയോ പേര് കടപ്പാടമില്ലാതെയും ഏതെല്ലാം രീതിയിൽ ഒരു നേരത്തെ അന്നം കഴിക്കാനിടയില്ലാതെ ദുഃഖം ഭാരമായി പേര് ഈ ലോകത്ത് കഴിയുന്നു. അവരിലേക്ക് നോക്കണം, താഴേക്ക് നോക്കണം. താഴ്മതാൻ അത്യുന്നതി, അവിടെയാണ് ഉന്നതി ഉണ്ടാകുന്നത്. മുകളിലേക്ക് നോക്കുന്നവരെ ഒരിക്കലും ഭഗവാനു വേണ്ട. അഹമാത്മ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത അഹമാദിശ്ച മദ്യം ച ഭൂതാനാമാന്തയേവച. സർവഭൂതങ്ങളുടെ ഉള്ളിലും പുറത്തും ഒരുപോലെ വ്യാപിച്ചിരിക്കുന്ന സർവഹേതുവായിരിക്കുന്നു ഞാൻ. അതാണ് ഭഗവാൻ. വെള്ളത്തിനുള്ളിൽ കിടക്കുന്ന ജന്തുക്കൾ ഉള്ളിലും പിന്നെ പുറത്തും ഒരുപോലെ വ്യാപിച്ചിരിക്കും, ആകാശമെന്നതുപോലെ ശോഭിച്ച്. അഹോ ഭാഗ്യമല്ലേ! ആ പരമാത്മാവായ നീതിയെ ഉള്ളിൽ വെച്ച് ആരാധന ചെയ്യൂ സജ്ജനങ്ങളെ. അതിനപ്പുറം ഈ ലോകത്ത് നമുക്ക് നേടേണ്ടതായി ഒന്നുമില്ല. ഇവിടെ വലിപ്പച്ചെറുപ്പം ഒന്നുമില്ല. ഭഗവാന് സാധുവിനെയാണ് ഇഷ്ടം. എന്താണ് സാധുവിന്റെ അർത്ഥം? നിന്നാസ്തുതിർ മൗനി സുഖ ദുഃഖിർ മൗനി. സുഖവും ദുഃഖവും ഒരുപോലെ ഗണിക്കുന്നവനും നിന്നയും സ്തുതിയും ഒരുപോലെ കാണുന്നവനും ആരാണോ അവനെയാണ് ഭഗവാൻ ഇഷ്ടം. ഉദ്ധരിയതാത്മനാത്മാനം നാത്മാനമവസാദയത്. ആത്മീവ ഹ്യാത്മനോ ബന്ധു ആത്മീയ വരിപുരാത്മന. നമ്മളെ ഉയർത്തുന്ന ബന്ധുവും നാമാണ്, തളർത്തുന്നതും നാമാണ്. ഉയർന്ന മനസ്സിന് മാത്രമേ ഭഗവാൻ ഇഷ്ടമുള്ളൂ. തളർച്ചയുള്ളവരെ ഭഗവാൻ ഒരിക്കലും ഇഷ്ടമല്ല. ഒരു കാലത്ത് കൃഷ്ണ പരമാത്മാവിനോട് പറഞ്ഞു, അർജുനൻ പറയുന്നു, അഭിത്രൈലോക്യ രാജ്യസ്യ ഹേതുകിന്റെ മഹീകതേ നിഹത്യധാർത്ഥരാഷ്ട്രന്ന കാപ്രീതിസ്യ ജനാർദ്ദന. 3 ത്രിലോകം തന്നാലും ഈ യുദ്ധം ഞാൻ ചെയ്യില്ല. പിന്നെയാണോ ഒരു തുണ്ട് ഭാരത ഭൂമിക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ വാദത്തിലേക്കാ വീണത്. വിജയശ്രീയിൽ ആയുധനാക്കിയില്ലേ? അത് ധർമ്മവും അധർമ്മവും കൂടിയുള്ള കൂട്ടിച്ചേരലായിരുന്നു. ധർമ്മം മാത്രമേ വിജയിക്കുള്ളൂ. അധർമ്മം ഒരിക്കലും നമുക്ക് വിജയശ്രീയിൽ ആയുധരാക്കാനാവില്ല. ഭഗവാന്റെ പാതാരബിന്ദങ്ങളിലേക്ക് നമുക്ക് ഭഗവാൻ ദാനമായി എന്ത് തന്നു? അതാണ് ഉണരേണ്ടത്. സ്വാധിഷ്ഠാനമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്ത് ദാനമായി തന്നുവോ അവിടുത്തെ പാദത്തിലേക്ക് സമർപ്പിക്കണം. മിഥ്യയാം പുത്രധാരാർത്ഥ സ്വജനങ്ങൾ നിത്യമെന്നോർത്ത് ഭ്രമിക്കുന്നതെന്നകം സച്ചിദാത്മാവാഹമെന്നതറിയാതെ സത്തിന്റെ ചിത്തിന്റെ ആനന്ദ ഗുണസ്വരൂപനായ ഭഗവാൻ ഉള്ളിലാണെന്നറിയാതെ മിഥ്യയാം പുത്രധാരാർത്ഥ സ്വജനങ്ങൾ നിത്യമെന്നോർത്ത് ഭ്രമിക്കുന്നത് ഭ്രമമല്ലേ?
ഇവര് നമ്മുടെ കൂടെ നിൽക്കുമോ? നമ്മൾ ഇവരെ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇത് മിഥ്യാവചനമാണെന്നുള്ള കാര്യത്തോടുകൂടി വെളിയിലേക്ക് വെക്കുക. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു. നമ്മുടെ ഉള്ളിൽ നിലകൊണ്ടിരിക്കുന്നത് നാരായണനാണ്. നാരങ്ങളായാൽ എല്ലാം കൊണ്ടും പേര് നാരായണൻ എന്നതേ പറയൂ. ഇതാണ് ആ നാരായണ സ്വരൂപത്തെ ഉള്ളിൽ വെച്ചുകൊണ്ട് അഹം ബ്രഹ്മാസ്മി തത്വമസി, അതായത് നീ അസി ആകുന്നു, ഞാൻ നീ ആകുന്നു. ജീവനും പരനും ഒന്നായി സ്ഫുരിക്കുന്ന ജ്യോതിസായിട്ട് പ്രത്യക്ഷനായി നമ്മുടെ ഉള്ളിൽ നിലകൊള്ളുകയാണ്. ആ തിരിച്ചറിവാണ് നമുക്ക് വരേണ്ടത്. അങ്ങനെ തിരിച്ചറിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഭഗവാനെ ഉള്ളിൽ വെച്ച് ആരാധന ചെയ്യും. ആരോടും ഒരു അല്പത്വമില്ല, മിതത്വമില്ല, യർസാമഭാവന. നമ്മളെല്ലാം ഒരേ വൈഷ്ണവ കുടുംബത്തിലെ അംഗങ്ങളാണ്. രണ്ടായി ഭ്രമിക്കുന്ന ഇവിടെ ആരുമില്ല. കാരണം നമ്മളെല്ലാവരിലും ഒരുപോലെ ജീവനായി സ്ഫുരിക്കുന്ന ജ്യോതിസായി നിൽക്കുന്ന നിലകൊള്ളുന്നത് ലോകനാഥനായ വിഭുവാണ്. അത് മണിപൂരകം അടുത്തത്. ആ മണിപൂരകത്തിന്റെ ആജ്ഞ ഉദിക്കുന്നവർക്ക് എന്താണ് വരുന്നത്? ഞാന്, എന്റേത്, എനിക്ക്. ഇത് നിലനിൽക്കുന്നതാണോ? ദേഹോഹമെന്ന മോഹമുള്ളവൻ ആഹന്തമൂഢൻ. ദൈവാധീന ശരീരമാണ് വന്നിരിക്കുന്നത്. പഞ്ചഭൂതത്തിൽ നിന്നാണ് നമ്മുടെ ദേഹമുണ്ടായിരിക്കുന്നത്. എന്തിനു വന്നു ഈ ദേഹം? ആത്മാവിനെ അധിവസിക്കാൻ വൈവനും ശരീരം വേണ്ടി വന്നു. ആത്മാവിനിരിക്കാനാണ് ഈ കൂട് വന്നിരിക്കുന്നത്. അതാണ് ഭഗവാൻ നമ്മുടെ ഉള്ളിലാണ്. അഹമാത്മ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത. അതാണ് അതിന്റെ നാന്ദി, അതിന്റെ തത്വം. ഈശ്വര സർവഭൂതാനം ഹൃദ്ദേശേ, സർവഭൂതങ്ങളുടെ ഉള്ളിലാണ് എൻ്റെ വാസം. അത് തിരിച്ചറിയണം. മനസ്സ് വിഷ്ണുവാണെന്ന ബോധത്തോടു കൂടി ആ ഇഷ്ടസ്വരൂപത്തെ ഉള്ളിൽ വെച്ചുകൊണ്ട് ആരാധന ചെയ്യുമ്പോൾ, കർമ്മസാക്ഷി ജഗദീശ്വരാണെന്ന തിരിച്ചറിവ് നമുക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് നേടേണ്ടതായി പിന്നെ ഒന്നുമില്ല. ബ്രഹ്മവിത്തായി കഴിഞ്ഞു. അതീന്ദ്രിയ ജ്ഞാനികളാണ് മനുഷ്യൻ. അതാണ് 1000-ൽ ഒരാൾ പോലും ഭഗവാന്റെ സിദ്ധിയെ തിരിച്ചറിയുന്നില്ല. കാരണം ഈ ജ്ഞാനമാണ് ഭഗവാൻ. ജ്ഞാനത്തെ അറിഞ്ഞിരിക്കണം. ജ്ഞാനാർജ്ജനം തീവ്ര പരിശ്രമമത്. എന്നെ ധ്യാനിക്കും കർമ്മയോഗിക്കൂടുന്ന കാരണം എന്റെ ഭക്തനായവന് മാത്രമേ മനസ്സിനെ അടക്കി നിർത്താനായിട്ട് പറ്റുകയുള്ളൂ. ഈ ജ്ഞാനമാണ് ഭഗവാൻ. ആ ജ്ഞാനവാനായിരിക്കുന്ന ഭഗവാൻ ഉള്ളിൽ ഉത്തമ ജ്യോതിസായിട്ട് ഉണർന്നു കഴിഞ്ഞാലോ അണിമ, മഹിമ, ലിഹിമ, ഗുണതം, പ്രാകാശം, ഈശിത്വം, വശിത്വം ഇതെല്ലാം നമ്മളിലേക്ക് കരഗതമാകും. പരകായ പ്രാപ്തി അന്യന്റെ ഉള്ളിലിരിക്കുന്നതിനെ നമുക്ക് കണ്ടറിഞ്ഞ് പ്രവചിക്കാനുള്ള കഴിവ് ആത്മയോഗിക്കുണ്ടാകും. അടിമാതി സിദ്ധികൾ പഠിക്കുമ്പോൾ മണിപൂരകമം നമുക്ക് ഉണരും. കുണ്ടലിനി ശക്തി, അതീന്ദ്രിയ ജ്ഞാനം നമുക്ക് ഭഗവാൻ ദാനമായി തന്നിട്ടുണ്ട്. അത് നമ്മൾ വിനിയോഗിക്കാത്തത് കൊണ്ടാണ്. ശ്രദ്ധയുള്ളവനെ ശ്രദ്ധവാൻ ലഭതേ ജ്ഞാനം തത്പര സംയതീന്ദ്രിയ ജ്ഞാനം ലബ്ധ്വാ പരാശംതിരജിരേണ ഗച്ഛതി. ശ്രദ്ധയുള്ളവന് മാത്രമേ ആ ജ്ഞാനം തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകുകയുള്ളൂ. തത്പര സംയതീന്ദ്രിയ. തന്റെ മനസ്സിൽ ഏകോപനത്തോടുകൂടി ഭഗവാനെ ഉപാസിക്കുമ്പോൾ തന്റെ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചു നിർത്താനുള്ള കഴിവ് നമുക്കുണ്ടാകും. അങ്ങനെ ഇന്ദ്രിയങ്ങൾ തന്റെ വശമാകുമ്പോൾ ഏറ്റവും വേഗത കൂടിയ യന്ത്രം മനസ്സാണ്. ഇവിടുന്നാ മതി, അത് 3 ലോകത്തും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വേഗത കൂടിയ യന്ത്രം ബുദ്ധിമാൻ. ജീവന്റെ സാരഥി ബുദ്ധിയാണ്. ബുദ്ധി കൊണ്ട് വണക്കമടക്കം സത്യം ദയാതിദിക്ഷമം ദമം. ഈ ശീലത്തിലേക്ക് നമ്മളാവണം. പെൺകുട്ടികളൊക്കെ പഠിക്കണം. ഈ 8 കാര്യങ്ങൾ നാം പഠിച്ചിരിക്കേണ്ടതാണ്. സ്ത്രീജനങ്ങളെ വണക്കമടക്കം സത്യം ദയാതിദിക്ഷമം ദമം. ആദ്യത്തെ വണക്കമാണ് സർവ്വതിനോട് ഉള്ളിൽ വണങ്ങാനുള്ള ഗുരുത്വം. മാതാപിതാ, ഗുരു, ദൈവം. അച്ഛനമ്മമാര് നമ്മുടെ ഗുരുക്കന്മാരാണ്. ആദ്യ ഗുരു അമ്മ, രണ്ടാമത് അച്ഛൻ, മൂന്നാമത് അറിവ് പറഞ്ഞു തരുന്നതൊക്കെ നമ്മുടെ ഗുരുക്കന്മാരാണ്. ഈ ഗുരുത്വമുള്ളവർക്ക് മാത്രമേ 4ാമത് നിൽക്കുകയാണ് ദൈവം. ഈശ്വരൻ 4ാമതാണ് സ്ഥാനം. അവനെ അനുസരണ 5 അക്ഷരം സംജാതമാകും. അനുസരണ 5 അക്ഷരം വന്നു കഴിഞ്ഞാൽ സർവ അഭീഷ്ട സിദ്ധികളും അവന്റെ പിന്നാലെ. എന്റെ ഭക്തനായിക്കൊണ്ട് ഭോഗത്തിനും മോക്ഷത്തിനും ച്യുതമില്ല, നാശമില്ല. ഭഗവാൻ അച്യുതനല്ലേ? നാശത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന ഭഗവാനല്ലേ? ആ നീതിയുടെ കയ്യിൽ പ്രത്യക്ഷനായ ഭഗവാന്റെ വാദത്തിലെ ദാസരല്ലേ നാം? ആ ചോദ്യത്തോടു കൂടി നമ്മൾ വസിക്കണം. നമ്മൾ ഈശ്വരന്റെ സാക്ഷാത്കാരത്തോടുകൂടി വന്നതാണെന്നും ഭഗവാൻ ദത്തമായ ജീവനാണെന്നും നാളെ നമുക്കൊരു ദിവസമുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. നാളെ നമ്മുടെ ജീവിതത്തിലെ മറ്റൊരു ദിവസമാണ്. നമ്മളുണ്ടോ എന്ന് നമ്മൾക്ക് ഒരിക്കലും അറിയാൻ കഴിയില്ല. ഭഗവാനാണ് സർവ്വതും. ആ ബോധം നമുക്ക് തിരിച്ചറിയുമ്പോൾ നമുക്ക് അന്യരെ ഉപദേശിക്കാനും ബ്രഹ്മയജ്ഞം അങ്ങോട്ട് സ്ത്രീജനങ്ങൾ പഠിക്കണം. യൗവനത്തിൽ മനുഷ്യരെല്ലാം അഹങ്കാരികളാണ്. യൗവനം വന്നുദിക്കുമ്പോൾ മെയ് വഴി അഹങ്കാരം ഉണ്ടാകുന്ന സമയത്ത് ആ അഹങ്കാരത്തെ അഹംഭാവം എന്ന് പറയുന്നത് ഞാനെന്ന ഭാവവും കാരം ശബ്ദം. ഞാനെന്ന ശബ്ദത്തെ നിയന്ത്രിച്ചു നിർത്തിക്കൊണ്ട് ഭഗവാനാണെന്ന ബോധത്തോടു കൂടി സാക്ഷാത്കരിക്കപ്പെട്ട ഒരു സുമനസിനെ
അന്യരെ ഉപദേശിക്കാൻ കഴിയും. അത് ബ്രഹ്മയജ്ഞമാണ്. യൗവനത്തിൽ തന്നെ നല്ല വചനങ്ങൾ പഠിക്കുക. 50 വയസ്സിന് ശേഷം വാനപ്രസ്ഥാശ്രമം സ്വീകരിച്ചുകൊണ്ട് താൻ എന്ത് പഠിച്ചുവോ അതിനെ അധ്യാപനം ചെയ്യുക ബ്രഹ്മയജ്ഞമാണ്. പിന്നെ ദിവസവും ഗൃഹിണികളെ ദീപം രാവിലെ വീട്ടിൽ തെളിച്ചാൽ എന്തു പറയണം? ആദി ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോക സമസ്ത സുഖിനോ ഭവന്തു, സർവ്വലോകനും സുഖമായിരിക്കാനായിട്ട് ആദ്യം പ്രാർത്ഥിക്കണം. നമുക്കായിട്ടൊരു സുഖവും വേണ്ട, നമുക്കിവിടെ ഒന്നുമില്ല. നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് സംയോജിച്ച് അനുഭവിക്കാനായിട്ടുള്ളതാണ് സുഖം. നമുക്കൊരിക്കലും നമുക്കായിട്ടൊരു സുഖം ആവശ്യമില്ല. നമ്മൾ സ്വയം ഉയരാൻ ശ്രമിക്കണം. അങ്ങനെ പടിപടിയായിട്ട് ഒരു ദിവസം കൊണ്ട് കിട്ടില്ല. ധ്യാനം, ജപ, ഉപാസനയുടെ ക്രമേണ നമുക്ക് ആ പൂരക ശക്തിയെ, മണിപൂരകം, അങ്ങനെ യശസ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരാത്മയോഗി ആരാണോ? ആജ്ഞ. അതല്ലേ തപസ്വീശ്വരന്മാരൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാപമായാലും കിട്ടുകയാണ്. എന്റെ ഭക്തനെ എന്ത് ആജ്ഞാപിക്കുന്നുവോ അത് ഞാൻ സത്യമാക്കും. കാരണം ഭഗവാനും ഭക്തനും ഒന്നാണ്. അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. ഭഗവാനും ഭക്തനും ഒന്നാണ്. അഹം ബ്രഹ്മസ്മി, ഞാൻ ബ്രഹ്മമാക്കുന്നു. കാരണം പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ, 5 പ്രാണവായുക്കളായിട്ട് പ്രത്യക്ഷ നാരായണൻ നമ്മുടെ ഉള്ളിലാണ്. ആ ജീവനോട് കൂടി ഇരിക്കുന്ന ഭഗവാൻ ദത്തമായ ദൈവാധീനമായ ശരീരമാണ്. കുട്ടികളൊക്കെ ചിന്തിക്കണം. 10 വയസ്സ് കഴിയുന്ന കുട്ടികൾ പോലും ഇപ്പം ആത്മഹത്യയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മഹത്യയുടെ വക്കിലാണ്. ചിന്തിക്കണം. കെട്ടിയവന് മാത്രമേ ഈ കെട്ടഴിച്ചു കൊണ്ടുപോകാനുള്ള ധൈര്യം ഉണ്ടാകാവൂ. ലോകനാഥനായി വിഭു നമ്മുടെ ഉള്ളിൽ സംജാതമായിരിക്കുകയാണ്. ഈ ജീവൻ ഭഗവാനാണ്. ഈ ജീവാത്മാവിനെ നശിപ്പിക്കാൻ ഒരർഹതയും നമുക്കില്ല. ആത്മഹത്യ ചിന്തിക്കുന്നത് പോലും പാപമാണ്. അത് പഠിക്കണം. മാതാക്കൾ നമ്മളെ ഭൂമിയിലേക്ക് കഷ്ടപ്പെട്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സന്തോഷം പകർന്നു കൊടുക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം. ഇല്ലെങ്കിൽ അവരുടെ ജന്മം വെറുതെയാണ്. അതാണ് ഗുരുത്വം. ആദ്യം കുട്ടികളെ ശീലിക്കണം. നരസിംഹമൂർത്തിയുടെ കഥ വന്നപ്പോൾ 4-ാം ദിവസം ഇവിടെ പ്രഭാഷകർ പറഞ്ഞില്ലേ, ആ കുട്ടികൾ എങ്ങനെയാണ് ഭഗവാനെ കാണേണ്ടത്. ഒരച്ഛൻ എന്തെല്ലാം രീതിയിൽ ദുർഘടം ചെയ്തിട്ടും ആ മരിച്ചുപോയ സമയത്ത് ഹിരണ്യാക്ഷനെ കൊന്നു കഴിഞ്ഞ് നരസിംഹമൂർത്തിയായിട്ട് ഭഗവാൻ പ്രത്യക്ഷനായ സമയത്ത് ചോദിച്ചത് എന്താണ്? എന്റെ അച്ഛനുള്ള ദുരിതങ്ങൾ നിന്നോട് കാരുണ്യമോടെ തീർക്കണം. ഭഗവാന്റെ കരുണ കൊണ്ട് എന്റെ പിതാവിനുണ്ടായിരിക്കുന്ന ദുർഘടങ്ങളെ മാറ്റിത്തരണേ. അപ്പൊ ഭഗവാൻ എന്ത് പറഞ്ഞു? നിന്റെ താതനും നിന്റെ പിതൃക്കളും ഇന്ന് വിശുദ്ധരായി നിന്നോട് കാരണം. അതാണ് പഠിക്കേണ്ട പോയിന്റ്. കാരണം നമ്മൾ നാമസങ്കീർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ സന്താനങ്ങൾക്കും മരിച്ചുപോയ പിതൃക്കൾക്കും യോഗക്ഷേമമാണ്. അല്ല, കണ്ണീരൊഴുക്കുന്നവരെ ഒരിക്കലും ഭഗവാൻ ഇഷ്ടമല്ല. കരയാനല്ല നമ്മളെ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. ഒരു ദിവസമേ ആയുസ്സുള്ള സന്തോഷത്തോടു കൂടി ജീവിക്കാനാണ്. ആ കൗതുകം മനസ്സിലെപ്പോഴും ഭഗവാനെ ഉപാസന ചെയ്ത് സന്തോഷവാനായിരിക്കണം. സന്തോഷമില്ലാത്തവൻ ദരിദ്രൻ. സ്വന്തം ഭവനത്തിൽ ആര് സന്തോഷിക്കുന്നില്ലയോ അവനെ ദരിദ്രനായിട്ട് വേണം കരുതാൻ. അത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഭക്തനായവൻ എപ്പോഴും സന്തോഷമാണ്. എന്ന് വെച്ചാൽ ചിത്തം വിഷ്ണു ഭഗവാനാണ് നമ്മുടെ മനസ്സ്. സ്വയം സന്തോഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എരുതിയിൽ അന്വേഷിച്ച അടരും. അത് കണ്ണീരൊഴുക്കിയ മൂലപ്രകൃതിയുടെ ആധാരമാണ് പുരുഷൻ. ആരാണ് പുരുഷൻ? മൂലപ്രകൃതിയുടെ ആധാര സ്വരൂപനായി വന്നിരിക്കുകയാണ്. നമ്മൾ 4-ാം അനുപ്രവേശന്റെ കാലഘട്ടത്തിലെ കഥയാണ് ഇന്ദ്രദുമ്നന്റെ കഥ ഇവിടെ പ്രവചിച്ചത്. 4-ാം അനുപ്രവേശന്റെ കഥ. അപ്പൊ മൂലപ്രകൃതിയുടെ ആധാരം പുരുഷനാണ്. അപ്പോൾ ആദരവ് പുരുഷന് വേണം. ഓരോ ഭവനങ്ങളിലും കൊടുക്കേണ്ട ആദരവ് നമ്മൾ കൊടുത്തിരിക്കണം. സ്ത്രീജനങ്ങൾക്ക് അല്പം ബഹുമാനം പുരുഷന്മാരും കൊടുക്കണം. പരസ്പരം സന്തോഷത്തോടു കൂടി വേണം ജീവിക്കാൻ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഈ കലിയുഗത്തിൽ യാതൊരു വിധമായ ഐകമത്യവുമില്ലാതെ കുടുംബം നശൂലമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ചിന്തിക്കണം. ഭാര്യ ആരാണ്? ഗൃഹിണിയാണ്. തന്റെ പാർശ്വത്തിലിരിക്കുന്ന ആളാണ്. മഹാദേവൻ പോലും തന്റെ തൃത്തുടയിൽ പാതി പകർത്ത് കൊടുത്തിരിക്കുകയാണ് ദേവിക്ക് സന്തോഷത്തോടു കൂടി. കാരണം സ്ത്രീ ഇല്ലാതെ ഒരിക്കലും പുരുഷൻ പൂർണ്ണനല്ല. അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ തന്നെ മറന്ന് ഭഗവാന്റെ കൂടെ അർദ്ധനാരീശ്വര സ്വരൂപത്തോടു കൂടി ആ സമഭാവന നാം പഠിക്കണം. നമ്മുടെ ദേവാലയമാണ് ഈ ശരീരം. ദൈവാധീനമായ ശരീരമാണ് ക്ഷേത്രം. ശരീരം ക്ഷേത്രജ്ഞന ആത്മാവ്. ആ ബോധത്തോടു കൂടി വേണം നാം ഓരോ വീട്ടിലും കഴിയേണ്ടത്. നേരം വെളുത്ത് ഗൃഹിണികൾ ദീപം തെളിച്ചിട്ട് തന്റെ സന്താനത്തെ സർവ്വലോകങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഭഗവാൻ നമുക്ക് എന്ത് തന്നുവോ, എന്ത് നമുക്ക് ഈ ലോകത്തിലേക്ക് വന്നെത്തിച്ചപ്പോ ഇന്ന് വരെ നമുക്ക് നൽകിയോ
അവിടുത്തെ ദാനമാണ് മക്കളും. എൻ്റെ കുടുംബത്തിൽ എനിക്ക് എന്ത് തന്നിട്ടുണ്ടോ അതെല്ലാം അവിടുത്തെ ദാനമാണ്. ഞാൻ എന്നെ തന്നെ അവിടുത്തെ പാദത്തിലേക്ക് സമർപ്പണമാണ് വേണ്ടുന്ന ഭഗവാന്റെ മുന്നിൽ. അഹോ ഭാഗ്യം. മനസ്സ് തെളിഞ്ഞില്ലേ? മലങ്കള മനസ്സ്. നമ്മുടെ തെളിഞ്ഞ കണ്ണാടിയിൽ മുഖം പ്രസന്നമാകുന്ന പോലെ തെളിഞ്ഞ മനസ്സിലേക്ക് ആത്മജ്ഞാനമുണരും. താൻ ആരാണെന്ന ബോധം തത്വജ്ഞാനിയായി വരും. അവൻ വിശുദ്ധനായി കഴിയും. അവൻ ലോകത്തിലെ സർവ്വ കൽമഷങ്ങളും തീർക്കും. എന്റെ ഭക്തൻ എവിടെയുണ്ടോ ആ നാടിന്റെ ഉണ്മ അവനാണ്. ഒരു സുദാമാവിന്റെ കഥയില്ലേ? ആ സുദാമാവ് മുഖനാർ ആ നാട് മുഴുവനും ധന്യമായി തീർത്തില്ലേ? ഓരോരോ കഥയിലൂടെ നമ്മളെ ഇതിഹാസ പുരാണം ഭാഗവതം പഠിച്ച അമ്മമാര് നല്ലവണ്ണം പ്രകീർത്തിച്ച് അത് പഠിച്ച് പ്രാവണം ചെയ്യൂ സജ്ജനങ്ങളെ. ഭകാരോ ഭക്തി ഗകാരോ ഗർഭ വിരാശനം തകാരോ ആത്മതത്വം വകാരോ ഉപദിഷദ്വാക്യം. അതാണ് ഭാഗവതത്തിന്റെ അർത്ഥം. എന്തെല്ലാം മുഴുവൻ കാര്യങ്ങൾ പ്രത്യക്ഷ കൃഷ്ണനാണ് ഭാഗവതം. അത്യന്തം ഭക്തിയോടുകൂടി മാത്രമേ നമുക്കത് കൈകാര്യം ചെയ്യാം. പ്രത്യക്ഷ കൃഷ്ണനാണ് ഭാഗവതം. ഉണ്മയോടുകൂടി പഠിച്ച് പ്രാവണം ചെയ്താൽ ഈ ലോകത്ത് നമുക്ക് മോക്ഷമാണ്. ഏത് രീതിയിലായാലും ഇനി ഭൂമിയിലേക്ക് വരത്തില്ല. നമ്മുടെ കർമ്മം കടന്നുകൊണ്ടാണ് നമ്മൾ പോയിട്ട് വീണ്ടും വീണ്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നത്. ലോകനാഥനായ വിഭു വസുദേവരുടെ കുടുംബത്തിൽ വസുദേവരുടെ തനയനായിട്ട് കാരാഗ്രഹത്തിൽ ജനിച്ച സമയത്ത് വസുദേവരോട് ചോദിക്കുന്ന, അച്ഛൻ എന്താണ് ആഗ്രഹം? എന്തെങ്കിലും ഒരു ആഗ്രഹം പറയൂ. പ്രത്യക്ഷനായി വിഷ്ണു ഭഗവാൻ നിൽക്കുകയാണ്. എന്താണ് ഭഗവാനോട് വസുദേവര് പറഞ്ഞത്? ഈ അന്ധകൂപത്തിൽ കിടന്ന്, ഈ പൊട്ടക്കിണറായ ജീവിതം, ഈ അന്ധകൂപത്തിൽ കിടന്ന് എത്ര നാളുണ്ട് ഇങ്ങനെ ജന്തുധർമ്മത്തെ പൂണ്ട് ജനിച്ചു മരിച്ചു ഞാൻ അന്തസ്ഥാവേന മലഞ്ഞിരുന്നു മായാവശ സന്തതം. ഇനി അത് മാറ്റിവെച്ച അഗതിയെ ചെന്തളിൽ അടിയണമെങ്കിൽ നിന്നിലാകാതെ നിന്തിരുവരുടെ ദാസനായ അരികെ നിന്ന് അന്തരാപായങ്ങൾ കൂടാതെ സേവിക്കാം ഒരു ബന്ധം. എന്ത് ചോദിച്ചാലും കൊടുക്കും. പ്രത്യക്ഷത്തെ നിൽക്കുകയാണ് വസേരമോ. എന്താണ് വിഷ്ണു ചിഹ്നങ്ങളോട് കൂടി നിന്ന ഭഗവാനോട് ചോദിച്ചത്? ഈ ഭൂമിയിൽ നിന്നും എനിക്ക് മോക്ഷം തന്നാലും വിഭോ. ആ പൊട്ടക്കണലിൽ ചെന്ന് കൈകാലിട്ട് അടിക്കുന്നവരാവരുത് നാം. സന്തോഷമുള്ളവർക്ക് ഇത് സ്വർഗമാണ്. ഈ ഭൂമി, ഈ വസുന്ധര നമ്മുടെ ധന്യമാണ്, പുണ്യമാണ്. ഇത് സ്വർഗമാണ്. നമ്മുടെ സ്വർഗവും നരകവും നമുക്ക് ഇവിടെ തന്നെയാണ്. നാം ചെയ്യുന്ന പ്രവർത്തന ഫലമാണ് നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചുവോ കഴിയുന്ന കാലശേഷം നന്മയോടുകൂടി ദാനധർമാദികൾ കൈവിടാതെ ഞാനെന്നും എൻ്റെ എന്നുള്ള ഭാവം ഒക്കെ വെടിഞ്ഞ് സന്തോഷമായിരിക്കണം നമ്മുടെ ഭവനത്തിലെ നമ്മുടെ ജീവിതം. സന്തോഷമില്ലാത്തവനെ ദരിദ്രനായിട്ട് ശപിക്കും ഭഗവാൻ. അടുത്ത ജന്മം അതിലും നികൃഷ്ടമായിട്ട് നമുക്ക് ഭവിക്കും. ഒരിക്കലും സ്ത്രീജനങ്ങൾ സന്തോഷവതികളാകണം. കൂടെയുള്ളവർക്കെല്ലാം സന്തോഷം പകർന്നു കൊടുക്കണം. അതാണ് നമ്മുടെ ജന്മം സഫലമാകാനുള്ള ഏകീകൃതമായ ഏറ്റവും വലിയ ധന്യമായ മുഹൂർത്തം. അതിനപ്പുറം ഒന്നുമില്ല. ബ്രഹ്മയജ്ഞം പഠിക്കുക, ആത്മജ്ഞാനം ഉപദേശിക്കുക, അത് ബ്രഹ്മയജ്ഞമാണ്. അതിനപ്പുറം ഒരജ്ഞവും ഈ ലോകത്തില്ല. പിന്നെ അർജുനോട് ശ്രീകൃഷ്ണ പരമാത്മാവ് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, അർജുന, അറിയാൻ ആഗ്രഹിക്കുന്നവന് മാത്രമേ ഉപദേശം നീ കൊടുക്കാവൂ, ഇല്ലെങ്കിൽ നീയാണ് ലോകത്തിലെ പാവം. അതാണ് അറിയാൻ ആഗ്രഹിക്കുന്നതിന് ആത്മോപദേശം കൊടുക്കണം, അല്ലാത്തവന് ഒരിക്കലും ഇത് കൊള്ളില്ല. അല്പജ്ഞന്മാർക്ക് കാരാഗ്രഹങ്ങൾ തൽഗേഹങ്ങൾ. അല്പജ്ഞനായ ഒരുവന് കാരാഗ്രഹമാണ് തന്റെ ഭവനം. അർത്ഥങ്ങൾ, അനർത്ഥങ്ങൾ, ശത്രുക്കൾ, രാഗാദികൾ, അത്യന്തം കത്തളകൾ, മോഹങ്ങൾ കത്തളകളെന്നും പുത്ര ധാരാമാത്യ ബന്ധുക്കൾ സംബന്ധങ്ങളും നിത്യ ഉപദ്രവങ്ങൾക്കായുള്ളതെന്നും വന്നു. അതാണ് അല്പജ്ഞനായ ഒരുവന് വരുന്നതെല്ലാം ദുർഘടങ്ങളാണ്. ഈ പ്രപഞ്ചവാർത്തകളെല്ലാം അരാധികൾ, അവർക്കെപ്പേരും അത് തന്നെ ഭക്തന്മാർക്കായി. ഈ പ്രപഞ്ചത്തിലുള്ളവരെല്ലാം ശത്രുക്കളായി ഭവിച്ചു കൊള്ളെന്നാണ് ഭഗവാൻ പറയുന്നത്. ആ സമയത്ത് അന്യം ഉപേക്ഷിച്ച് സേവിക്കും. ആരും ആശ്രയമില്ലാതെ വരുമ്പോൾ ഭഗവാനേ ഹരേ കൃഷ്ണ ദാമോദര തുളസി ദാമപ്രിയ ഭഗവാനെ, ആരുമില്ല, രക്ഷ രക്ഷ പ്രഭു. ആരുമില്ലാതെ വരുമ്പോൾ ശരണാഗതവനായ വത്സലനായ ഭഗവാനെ തന്നെ ആ പാതാരവിന്ദങ്ങളിലേക്ക് മനസ്സുകൊണ്ട് നാം സമർപ്പണം ചെയ്യും. അവിടെ നമുക്ക് സർവ വിജയമാണ്. നമുക്ക് ആര് കൂടെ നിന്നാലും ഇത്ര യോഗം കിട്ടത്തില്ല. കാരണം ലോകനാഥനായ വിഭു തെളിഞ്ഞ കണ്ണാടിയിൽ മുഖം കണ്ടതുപോലെ തന്റെ മനസ്സിലേക്ക് പ്രത്യക്ഷനായി സമാഗതമായെങ്കിൽ ഈ ലോകത്ത് നമുക്കൊന്നും വേണ്ട. അവൻ ആത്മജ്ഞാനിയാണ്. അവൻ തന്നെ ഉണ്മയോടുകൂടി ഈ ലോകത്തെ നയിക്കും. സർവ്വ കൽമഷങ്ങളും അവിടെ തീരും. അതാണ് ഭഗവാൻ ഓരോ പടവുകളിലൂടെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതിന് 5 കാര്യങ്ങള്. മണിപൂരകം എന്ന സ്ഥിതി നമ്മുടെ കഴിഞ്ഞു. ആജ്ഞ കഴിഞ്ഞു. അനാഹതം. ആജ്ഞയിലെത്തിയ ഒരാൾക്ക്
അല്പത്വം പിന്നെ യാതൊന്നിലും ഞാൻ എൻ്റേത് എനിക്ക് ഈ 3 കാര്യം നമ്മൾ വിട്ടേ പറ്റത്തുള്ളൂ. അത് മുറുകെ പിടിച്ചു വെക്കുന്തോറും നമ്മളെ ഭഗവാൻ തളയ്ക്കും. ജീവിതമാകുന്ന ബന്ധാവിൽ ദുഃഖങ്ങൾ പിന്നാലെ കൊണ്ടിട്ട് അങ്ങ് തരും, എടുത്തോളാൻ പറയും. അപ്പൊ നമ്മൾ അവിടെ തളർന്നു പോകും. നമ്മളെ ആ സമയത്തും ഉദ്ധരിക്കപ്പെടണം നമ്മുടെ മനസ്സ്. അതാണ് ഭഗവാൻ നമുക്ക് പഠിപ്പിച്ചിരിക്കുന്ന ഓരോ പടവുകളിലും നമ്മുടെ മനസ്സുകൊണ്ട് തൃപ്തരായിട്ട് ഭഗവാനെ ആഗ്രഹത്തോടു കൂടി ഗ്രാഹ്യനായി ഭഗവാൻ നമ്മുടെ യശസ്സായി നമ്മുടെ സൽകീർത്തനാദികളിലൂടെ ഭഗവാനെ പുകഴ്ത്തി പാടി നമിച്ച് സർവയോഗീശ്വരനായി ഉള്ളിൽ വെക്കാൻ പഠിക്കണം. അവിടെ നമുക്ക് വിജയമാണ്. മംഗലമൂർത്തേ നമസ്തേ നമോ നമോ, ശാർഗവാണേതേ നമസ്തേ നമോസ്തേ, സച്ചിന്മയ നമസ്തേ നമോ നമോ, വിശ്വവന്യായ നമസ്തേ നമോ നമ, സത്യസ്വരൂപായ നിത്യം നമോ നമ, നിത്യായ നിഷ്കിഞ്ചനാർത്ഥായ ദേ നമ, വേദാന്ത വേദ്യായ വിഷ്ണവേദേ നമോ, വേദസ്വരൂപായ നിത്യം നമോ നമ. ഈ സ്തുതികളൊക്കെ നമ്മളെ പഠിക്കണം. നാവ് തന്നിരിക്കുന്ന എന്തിനു വേണ്ടിയാ? നാമം ജപിക്കാൻ. അതിന് യാതൊരു ആലസ്യം വേണ്ട. എല്ലാത്തിനും നമുക്ക് സമയമുണ്ട്. ശരീരം വളരാൻ കുട്ടികൾക്ക് നമുക്ക് ജലവും ഭക്ഷണവും കൊടുക്കും. മനസ്സിനെ വളർത്താൻ എന്തു കൊടുക്കുന്നു? നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒരു കുട്ടിക്ക് ആത്മജ്ഞാനമുള്ളവനായി വളർത്തണം. 5 വയസ്സ് വരെ മക്കളെ രാജകുമാരനെ പോലെ വളർത്തണം. ഒരു വഴക്ക് പോലും പറയരുത്. അവന്റെ ബുദ്ധി വികസിക്കുന്ന കാലഘട്ടമാണ്. 6 വയസ്സ് മുതൽ 16 വരെ അല്പ ശിക്ഷ കൊടുത്ത് മക്കളെ വളർത്തണം. അത് കഴിഞ്ഞാലോ യജമാനെ പോലെ അല്പം ബഹുമാനം അവർക്കും കൊടുക്കണം. അവര് പറയുന്ന കൂടെ നമ്മളെ കേൾക്കണം. അവരെ ശകാരിക്കാൻ നിൽക്കരുത്. അവര് പറയുന്നതിനകത്തും കാര്യമുണ്ട്. ചെറിയ കുട്ടികളിൽ നിന്ന് വരെ അറിവ് പഠിക്കാൻ നമുക്കുണ്ട്. അറിവ് കടല് പോലെ കിടക്കുകയാണ്. അതിനകത്ത് അല്പാൽപ്പം നമ്മൾ മുങ്ങിത്തപ്പി കിട്ടുന്നതാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. വ്യാസമഹർഷി പറഞ്ഞതുപോലെ. കാരണം വ്യാസമഹർഷി അതില്ലേ, ഇച്ചൊന്ന കഥകളിലുള്ള കുറ്റങ്ങളൊക്കെ സച്ചിതാത്മാക്കൾ തെളിഞ്ഞ് അനുഗ്രഹിച്ചേക്കണം. ഇതിനൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ട്. സർവജ്ഞരായിട്ട് ആരാണ്? സർവജ്ഞന്മാർക്ക് സർവസാക്ഷിയിൽ ഒരു സർവാനുഗ്രഹ സാധ്യമില്ലെന്ന് ചൊല്ലിക്കൽപ്പോൾ സർവജ്ഞനായ ഒരുവനെ സർവശാന്തിയാണ് തൻ്റെ ഭവനത്തിൽ ഇഷ്ടപ്പെടുന്നത്. അതാണ് സർവജ്ഞനായ ഒരുവന് സർവശാന്തിയിൽ പരമൊരു സർവാനുഗ്രഹ സാധ്യമില്ലെന്ന് ചൊല്ലിക്കേൾപ്പൂ. ലോകനാഥനായ വിഭുവിന്റെ പാദാരവിന്ദങ്ങൾ ഇരിക്കുന്ന നമ്മളിപ്പോ സർവസാക്ഷീശ്വരനെ കണ്ടുകൊണ്ട് ആ ശാന്തിയാണ് ഇവിടെ ഈ നിരയനത്തിൽ അനുഗ്രഹീതമായി വന്ന് നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത്. അത് നമ്മുടെ ഭാഗ്യമാണ്. ഇന്നേ ദിവസം ലോകനാഥനായ വിഭു മോക്ഷം കൊടുത്ത് ഇന്ദ്രദ്യുമ്നനെ വിട്ടതുപോലെ, ആ ഗന്ധർവരാജനെ ഉദ്ഭൂതനാക്കി ശാപമോക്ഷം കൊടുത്തതുപോലെ നമ്മുടെ മനസ്സിൽ എന്തെല്ലാം കൽമഷങ്ങളുണ്ടോ അതൊക്കെ ഇവിടെ വെച്ച് ഭഗവാൻ തീർത്ത് അനുഗ്രഹിച്ച് ആ പാതാരവിന്ദങ്ങളെ അകത്ത് വെച്ച് ഒരു നേരം നമുക്ക് നമിക്കാൻ കഴിഞ്ഞെങ്കിൽ, ഹരേ കൃഷ്ണ, നമ്മുടെ മനസ്സ് നമ്മളിൽ അടക്കി നിർത്താൻ കഴിഞ്ഞാൽ ഇതിന്റെ മീതെ ഒന്നുമില്ല. ലോകനാഥനായ വിഭു തെളിവോടുകൂടി നമ്മളിൽ ഉണ്മയോടുകൂടി സാക്ഷാത്കരിക്കപ്പെട്ട മനസ്സിൽ പ്രത്യക്ഷ ഭഗവാൻ നിന്നാൽ അഹോ ഭാഗ്യമാണ്. നമ്മൾ ഒരു സുധാമാവ് പോയതുപോലെ ഹരേ കൃഷ്ണ നാമമന്ത്രം മാത്രം ജപിച്ചു കൊണ്ടുപോയി. തന്റെ ഭാര്യയുടെ വാക്കിന് വേണ്ടി പോയി. സുമംഗല പറഞ്ഞു, അന്നം ഒരിക്കലും ഒരു ദിനവും മതി. കൂട്ടുകാരനല്ലേ, സതീർത്ഥ്യനല്ലേ, ഒന്ന് ചെന്ന് കണ്ടാ പോരെ. ദ്വാരകാധീശനായ ഭഗവാൻ സർവ്വം നിറഞ്ഞിരിക്കുന്ന ആളല്ലേ. അങ്ങനെ ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് 4 വീട്ടിൽ ചെന്ന് യാചിച്ച് 4 വഴി നല്ല അവൽ കിട്ടിയതുമായിട്ട് കീറത്തുണിയിൽ സുധാമ പോവുകയാണ്. പോകുന്ന നേരം ഓരോന്ന് ചിന്തിച്ചു, ഏകനാഥന്റെ ദർശനം എനിക്കിന്ന് കാണാമല്ലോ, അതിനപ്പുറം എനിക്കൊന്നും വേണ്ട. ഭാര്യയുടെ വാക്കിന് വേണ്ടി പോയതാ. അവിടെ ചെന്നോ ഭഗവാൻ ഓടി വരികയാണ്. സതീർത്ഥ്യനെ കണ്ടപാടെ ആലിംഗനം ചെയ്ത്. എത്ര ഭാഗ്യമാണത്. സതീർത്ഥ്യനെ അംഗം മെലിഞ്ഞോ മലിനാമ്പൻ ഇവൻ തന്നിൽ അഖിലേശ്വരൻ ഇത്ര വാത്സല്യം എന്തുകൊണ്ടുണ്ടായി? രുക്മിണി ദേവി കൂടിയെന്ന് സംശയിക്കുകയാണ്. ഇതെങ്ങനെ ഭവിച്ചതാണ്? ഇത്രയും മലിനായി ചെല്ലുന്ന ഒരാളിനെ ആലിംഗനം ചെയ്യുന്നു വിഭു. തന്നെയുമല്ല, എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരാണ്. ഇന്ന് വരെ കരഞ്ഞു കണ്ടിട്ടില്ലാത്ത ലോകനാഥനായ വിഭുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അദ്ദേഹത്തിന്റെ ദൈന്യ അവസ്ഥ കണ്ടുകൊണ്ടോ അതോ അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ടോ എന്തെന്നറിയില്ല, ശൗരി കരഞ്ഞു. ഭക്തനെ വാത്സല്യമാണ് ഭഗവാൻ. ആ ഭക്തനെ കണ്ടുകൊണ്ടാണ്. കാരണം ഭക്തന്മാർ നമ്മെക്കുറിച്ച് ഇത്ര വാത്സല്യം പോണ്ട ഭക്തവത്സനായ പുരുഷനെ പോലെ മറ്റൊരുവരും ഉണ്ടാകില്ല. അങ്ങുള്ളിൽ ചുറ്റു സന്ദേഹമില്ല, തന്നെയും കൂടെ തരും. അതാണ് കൃഷ്ണനുണ്ണി.
ബുദ്ധിയിൽ കുറഞ്ഞൊരു ശുദ്ധിയുള്ളവരെല്ലാം ശുദ്ധന അഭിയാൻ തന്നെ സേവിപ്പനാകും വണ്ണം സൽപ്പുമാൻ ചരിത നാമങ്ങൾ ഓരോന്ന് ഉൾപ്പുവിൽ ധ്യാനിക്കതാൻ കേൾക്കതാൻ നസിക്കതാൻ വല്ലതും തന്നാൽ തന്നാലായതെന്നത് കൊണ്ട് കല്യാണാലയൻ പ്രസാദിച്ച് അനുഗ്രഹിക്കുന്നു. ഏതേത് രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ ഏതേത് രീതിയിൽ തോന്നുന്നുവോ രീതിയിൽ നിങ്ങളെ സദ്ഭാവനയോടുകൂടി ഉള്ളിൽ ഉൾക്കുതുകത്തോടുകൂടി കൗതൂഹലം മനസ്സിൽ മറ്റൊന്നും വേണ്ട, കുതൂഹലം കൊണ്ടിരിക്കുന്ന സർവജ്ഞനായ ഭഗവാൻ യോഗീന്ദ്രനായി നമ്മുടെ ഉള്ളിലേക്ക് പ്രകാശമാനായി പ്രത്യക്ഷനായി നിന്നിട്ടുണ്ടെങ്കിൽ എന്റെ ഭക്തൻ ഒരിടത്തും തപ്പില്ല. ഞാനും എന്റെ ഭക്തനും സമനാണ്, അതിനപ്പുറം ഈ ലോകത്തൊന്നുമില്ല. ആ ഭക്തി ആർജിച്ചാൽ മതി സജ്ജനങ്ങളെ. എന്നിട്ട് സുധാമാവ് എന്നിട്ട് ഇതിനും പറഞ്ഞു, ചോദിക്കുന്നു കുശലം തന്നെയോ? ആ ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ വാദമാണ് അദ്ദേഹം കഴിച്ച ആ തീർത്ഥോദകം തന്റെ ശിരസിലേക്ക് നമിച്ചു. അതാണ് ഭക്തൻ. എന്റെ കൂടെ ഇരിക്കുന്ന ലക്ഷ്മി അല്ല ഉദ്ധവ, എന്റെ ഭക്തനെയാണ് എനിക്കിഷ്ടം. എനിക്ക് ആരെയാണ് ഇഷ്ടം? എന്റെ ഭക്തനേക്കാൾ പ്രിയം എനിക്ക് ലോകത്താരെയുമില്ല. അതാണ് ഭക്തനേക്കാൾ ഒരിക്കലും ഭഗവാൻ ആരെയും ഇഷ്ടം എന്റെ കൂടെ ഇരിക്കുന്ന ലക്ഷ്മി അല്ല. എനിക്ക് പ്രിയം എന്റെ ഭക്തനെയാണ്. ആ ഭക്തിയിലേക്ക്, ഭക്തിയിൽ പരമൊരു സിദ്ധിയിലേത് നൂനം ഭക്തനാം അവൻ അസാധ്യങ്ങൾ മറ്റെന്തു. ഭക്തനായ ഒരുവനും അസാധ്യമായി ഒന്നുമില്ല ഈ ലോകത്ത്. അതിനപ്പുറം നമുക്ക് 3 ലോകവും വിലയ്ക്ക് മേടിക്കാം. ഗുരുവിന്റെ പാതാരബിന്ദങ്ങളിൽ മനസ്സ് നിന്നില്ലെങ്കിലോ? നമ്മുടെ മനസ്സ് ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ എത്തിയാൽ യാതൊന്നും പിന്നെ നമുക്ക് നേടേണ്ട. എന്റെ ഭക്തന് യോഗക്ഷേമം ഭഗാമ്യഹം, ഞാനാണ് യോഗക്ഷേമം എന്റെ ഭക്തന് കൊടുക്കുന്നത്. ഞാൻ എവിടെ ഇരിക്കാനാ എനിക്കിഷ്ടം? യോഗീന്ദ്രാനന്ദോദംഗേഷു മധുരം മുക്തിഭാജം നിവാസു. നിത്യവും യോഗം ശീലിച്ചുകൊണ്ട് ആരെന്നെ പ്രാപ്യസ്ഥാനമായി ഉള്ളിൽ വെച്ച് ആരാധന ചെയ്യുന്നു, അവന്റെ ഉള്ളിലാണ് എന്റെ വാസം. അതാണ് ഭഗവാൻ. ഈ അധ്യാത്മ തലത്തിലുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളെ ചെറിയ നാളിലെ പഠിപ്പിച്ചാൽ അവരുടെ മനസ്സുള്ളൊരു ഉത്തമ യോഗിയായാൽ നമുക്ക് നേടേണ്ടതായി പിന്നെ ഒന്നുമില്ല. അവരെ കുറിച്ച് ബോധവാനാവണമെങ്കിൽ ആധ്യാത്മിക തലത്തിലുള്ള പഠിത്തം വേണം. അല്ലാതെ ഏറ്റവും കൂടിയ CBSE സ്കൂളിൽ പഠിച്ചത് കൊണ്ടോ അങ്ങേറ്റത്തെ വിദ്യ നേടിക്കൊടുത്തത് കൊണ്ടോ യാതൊന്നും ഗുണമില്ല. ഏതെല്ലാം രീതി വിദ്യ നേടിയാലും ഫലമില്ല. ഗുരുവിന്റെ പാതാരബിന്ദങ്ങളിലേക്ക് മനസ്സ് നിന്നാൽ യാതൊന്നും വേണ്ട. അതാണ് നമ്മൾ വരേണ്ടത്. പതർ കുത്തിയാൽ ഒരിക്കലും അരി കിട്ടില്ല, മങ്ക് കുത്തിയാൽ അരി കിട്ടത്തില്ല. ജ്ഞാനാർജനം തീവ്ര പരിശ്രമമാണ്. എന്നെ ധ്യാനിക്കും കർമ്മയോഗിക്ക് ഉടനെ കരഗതം. ഈ ജ്ഞാനത്തെ ആർജിക്കാൻ പാടാണ്. എന്റെ ഭക്തനായവനെ അജിരേണ കാലക്രമത്തിൽ മുക്തിയും കൊടുക്കും, എന്നെ കിട്ടും. അതിനപ്പുറം ഒന്നും വേണ്ട സജ്ജനങ്ങളെ. ലോകനാഥനായ ഭഗവാന്റെ സമക്ഷത്ത് ഇന്നേ ദിവസം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ സർവ്വവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ സുധാമായ രുക്മിണീ ദേവിയുടെ നല്ല വാതായനങ്ങളിലേക്കൊക്കെ ചെന്ന് ഭഗവാനെ ആ തൽപ്പത്തിലാണ് ഇരുത്തിയത്. ലക്ഷ്മി തൽപ്പത്തിലാണ് ഇരുത്തിയത്. രുക്മിണീ ദേവിയുടെ തൽപ്പത്തിലേക്ക് പിടിച്ചിരുത്തി. എന്നിട്ട് കുശലമൊക്കെ ചോദിച്ചു. പക്ഷേ ഒന്നും ചോദിച്ചില്ല, കുശലം തന്നെ. ഉത്തമന്മാരെ ആരോടും ഒന്നും അർത്ഥിക്കില്ല, യാചിക്കത്തില്ല, കിട്ടുന്നതിൽ സന്തുഷ്ടനാണ്. ഉത്തമനായ ഒരുവൻ ആരോടും ഒന്നും ചോദിക്കില്ല. അതാണ് നാം പഠിക്കേണ്ടത്. അപ്പോൾ ഭഗവാൻ അറിഞ്ഞ അർത്ഥത്തിന് ഇവൻ എന്നെ കാണാൻ വന്നില്ല, എങ്കിലും എന്നെ പത്നിയുടെ വാക്ക് കേട്ട് വന്നതുകൊണ്ട് ദേവന്മാർക്ക് പോലും അസാധ്യമായി മേവും ധനത്തെ ഭൂസുര സപ്തമനായ ഈ ബ്രാഹ്മണ ശ്രേഷ്ഠന് നൽകുമെന്ന് നിശ്ചയിച്ചതുകൊണ്ട് പാണ്ഡം പിടിച്ചെടുക്കുകയാണ്. എന്ത് കൊണ്ടുവന്നു സഖേ? ഇങ്ങോട്ട് പോന്നപ്പം വല്ലതും കൊണ്ടുവന്നില്ലേ? കൊടുത്തില്ല. കാരണം ഭിന്നവസനമല്ലേ, ആ തുണി ഇച്ചി പഴകിയതാണ്. ഭിന്നവസനമേ ഉള്ള അദ്ദേഹത്തിന്റെ ഭവനത്ത്. സാധു കൊടുത്തില്ല. ആ കക്ഷത്തിൽ നിന്ന് ഒളിച്ചു വെച്ചിരുന്ന മൃദുകത്തെ ലോകനാഥനായ വിഭുതൃക്കൈകൾ കൊണ്ടെടുത്ത് ഒരു പിടി വാരി തിന്നു. രണ്ടാമത്തെ പിടി വാരിയപ്പോൾ ലക്ഷ്മി തൽപ്പത്തിൽ പിടിച്ചു. ഒരു രക്ഷയുമില്ല. തന്നെ കൂടെ അങ്ങ് പറഞ്ഞു, എന്നെ കൂടെ പറഞ്ഞു വിടുവാണോ? ഇന്നു മതി മതി വിപ്രോത്തമന്യഹ, എന്നും സുരന്മാർക്ക് പോലും അസാധ്യമായി മേവും ഐശ്വര്യം ഭവിച്ചവന് ഈശാ നീ ഭക്ഷിച്ചത് കൊണ്ട് മോക്ഷവും വന്നിതു പോരുമെന്നോതിനാൾ. ആ ഭക്തി സർവ്വതും കൂടെ കൊടുത്തു. ദ്വാരകാധീശനായ ഭഗവാൻ തിരിച്ചു വന്നു. ഭഗവാനെ നമിച്ച് പോകുന്ന മാർഗത്തിൽ ഓരോന്ന് ചിന്തിച്ചു. ഏകനാഥനായ ഭഗവാന്റെ സ്നേഹം അതിശയം തന്നെ. എന്തുകൊണ്ട് എനിക്ക് ധനമിങ്ങ് നൽകാഞ്ഞു? എന്റെ വരവ് ആഗ്രഹിച്ച് പത്നി നോക്കിയിരിക്കുകയാണ്. എന്ത് ഞാൻ അങ്ങ് അവളോട് പറയുന്നു? ചിന്തിക്കൽ സർവജ്ഞനല്ലോ ജഗന്മയൻ, എന്ത് നമുക്ക് ധനമിങ്ങ് നൽകാഞ്ഞു?
ചിത്തേ ധനമനാൽ എന്നുടെ ഭക്തിയും കൃത്യവും പോമെന്ന് ചിന്തിച്ചോ നിത്യസ്വരൂപൻ ഇനി അർത്ഥം തരാഞ്ഞത്. എൻ്റെ ഭക്തിക്ക് ഇളക്കം വരും വിചാരിച്ചായിരിക്കും എനിക്കൊന്നും തരാഞ്ഞത്. അങ്ങനെ നടന്ന് വിതൃപോതമൻ വന്ന് എവിടെ വന്നു? തന്റെ പത്തന സന്നിധവും ഒന്ന് നോക്കി. ദ്വാരകയാണോ ഈ കാണുന്നത്? ഹരേ കൃഷ്ണ, വീണ്ടും വഴിതെറ്റി വന്നതാണോ? അപ്പൊ വരുന്നു സുമംഗല ദാസിമാരോടൊത്ത് വിളക്കൊക്കെ പിടിച്ച് തന്റെ പ്രിയതമനെ എതിരേറ്റു കൊണ്ടുപോവാൻ പോകുന്ന സമയത്ത് കണ്ട കുചേല സുധാമാവിന്റെ ഗ്രാമമല്ല. വരുമ്പോൾ ആ ഗ്രാമം ഒന്ന ശേഷം അദ്ദേഹത്തെ ആദരിക്കാൻ സ്വീകരിക്കാൻ കാത്തു നിൽക്കുകയാണ്. അതാണ് ശ്രീകൃഷ്ണന്റെ അചഞ്ചലമായ ഭക്തി. എന്നിട്ടോ അദ്ദേഹം വീണ്ടും തന്റെ ആശ്രമത്തിൽ ഇരുന്നുകൊണ്ട് ഭഗവാനെ ധ്യാനിച്ച് മോക്ഷത്തിലേക്ക് പോയ ആളാണ്. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഭഗവാനാൽ ദത്തമായ മനസ്സോടുകൂടി സർവജ്ഞനായ ഭഗവാനിൽ സർവവും സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റേത് എനിക്കെന്നുള്ള ഭാവമൊന്നും ഇല്ലാതെ വരുന്ന ഭോജ്യങ്ങൾ എടുത്ത് വരാത്തതിനാൽ ഒരു നേരവും ദുഃഖിക്കാതെ സർവേശ്വരൻ സകലവും സമർപ്പിച്ചുകൊണ്ട് സമർപ്പണമാണ് വേണ്ടുന്നത്. നമുക്ക് ഒരിറ്റ സമയം പോലും നമുക്ക് കളയാനില്ല. നാളെ നമ്മുടെ മറ്റൊരു ദിവസമാണ്. സെക്കൻഡ് പോലും കളയാതെ ആധ്യാത്മിക ധ്യാനത്തിലൂടെ ധ്യാനം, ജപം, ഉപാസന കുട്ടികളെയൊക്കെ പഠിപ്പിക്കുക, യോഗ ക്ലാസ്സിനൊക്കെ വിടുക. കുഞ്ഞുങ്ങളുടെ മനസ്സ് ഉണർന്ന് ഉത്തമ യോഗിയായി തീർന്നാൽ പ്രകാശമാനമാകും. ഇപ്പൊ വിഷത്തിലൂടെ ഒഴുകുന്ന ലോകമാണ്. സ്കൂളുകളിൽ വരെയും വിഷാംശം കലർന്ന മിഠായികൾ വരെയാണ് കൊണ്ട് കൊടുക്കുന്നത്. കിരാതന്മാര് കുട്ടികൾ ഒരിക്കലും ചെന്ന് സ്കൂളിൽ നിന്ന് കിട്ടുന്നൊന്നും മേടിച്ച് കഴിക്കരുത്. അതുപോലെ പെൺകുട്ടികൾ ഒരിക്കലും ഫോൺ മുഖേന ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം ഹാനിയായി തീർന്നിരിക്കുക. ഈ കാലഘട്ടത്തിൽ പെൺകുട്ടികൾ ശ്രദ്ധിക്കണം. ഒരിക്കലും മാതാപിതാ ഗുരു ദൈവം അമ്മയെ അറിയാതെ ഒരു തെറ്റുപോലും ഒരു പെൺകുട്ടിയും ചെയ്യരുത്. ഒരു ഫോൺ ചാറ്റിങ്ങിലൂടെ ആവശ്യമില്ലാതെ ഒരുവൻ വിളിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് പറയുക. ചെന്ന് പെടുന്നത് എവിടെയാണ്? അഗ്നിയിൽ ചിത്രശലഭം വന്ന് പതിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുകയാണ്. കാരണം അതിന്റെ അർത്ഥം നമ്മുടെ ശ്രീമദ് ഭാഗവതത്തിലുണ്ട്. പുഷ്പത്തിലുള്ള മധുവനം കൊണ്ടൊടുങ്ങിയിൽ പിന്നെ ഷൽപ്പതം നിരൂപിക്കില്ല കുസുമത്തെ. അതുപോലെ നാരിമാർ പുരുഷരാണ്. അത് പഠിക്കണം. വന്നതില്ല അവൾക്ക് അലംഭാവമെങ്കിലും ആപ്പുമാനില്ല മമത്തും അവളെയും. അടക്കി നിർത്തണം തന്റെ മനസ്സിനെ. ആരെങ്കിലും എവിടെയെങ്കിലും ആൺകുട്ടികളിൽ നിന്ന് വിളിച്ചാൽ ഒരു പെൺകുട്ടി ഓടിപ്പോവരുത്. അവസാനം നിങ്ങൾക്ക് മരണമാണ്. അതൊരിക്കലും നിങ്ങൾ മനസ്സിലാക്കാതെ ഈശ്വരനെ മറന്ന് പ്രവർത്തിക്കരുത്. അമ്മ ആദി ഗുരുവാണ്. ഏവർക്കും പ്രിയപ്പെട്ട ലോക സർവജനനിയാണ് മാതാവ്, ഈശ്വരിയാണ് മാതാവ്. താതനാകുന്നത് ഈശ്വരൻ താൻ തന്നെ. ലോകനാഥനായ വിഭു അമ്പാടിയിൽ നിന്ന് മധുരയിലേക്ക് പോകുന്നു. അവിടെ ചെന്നതിന് ശേഷം 10 വർഷം കാരാഗ്രഹത്തിൽ കിടക്കുന്ന മാതാപിതാക്കളെ കെട്ടഴിച്ചു വിടുന്നു. എന്നിട്ട് ആ പാതാരവിന്ദങ്ങളിലേക്ക് വീണു. എന്താ പറഞ്ഞത്? ഐഹിക പാരത്ര്യത്തിനൊക്കെ മൂലമായ ദേഹം ജനിപ്പിച്ച താതനും മാതാവിനും ഇനി ശിഷ്ടകാലം അശേഷവും നിങ്ങളുടെ വേല ചെയ്ത് ഞാൻ നിൽക്കുകയാണ്. ബാല്യകാലത്ത് ഞങ്ങൾക്ക് അനുഭവിക്കേണ്ട സുഖങ്ങളൊന്നും മാതാപിതാക്കളാൽ കിട്ടിയില്ല. അത് വിധിപ്രകാരം വന്നതാണ്. ഇനിയുള്ള കാലം അശേഷവും ഇപ്പൊ ആധാരവിന്ദമാണ്. താതനാകുന്നത് ഈശ്വരൻ തന്നെ. മാതാവും ഈശ്വരി. മാതാപിത ഗുരു ദൈവം. ഈ ഗുരുത്വമുള്ളവന് മാത്രമേ നാലാമതാണ് ദൈവം. ആ സാക്ഷാത്കാരം കുട്ടികൾ പഠിച്ചു പൊക്കോണം. ഈ പഠനമുണ്ടെങ്കിലേ ഓരോ വീട്ടിലും ഇപ്പം അനൃതമായിക്കൊണ്ടിരിക്കുന്ന ജീവിത ബന്ധാവിൽ ഇരുളാണ് ഓരോ ഭവനങ്ങളിലും കാണുന്നത്. ബോധവൽക്കരണ ക്ലാസ് കൊടുക്കണം. ഭഗവത്ഗീത ക്ലാസ് ഓരോ ക്ഷേത്രങ്ങളിലും ഇനി ആചരണയോടുകൂടി പഠിപ്പിച്ച് കുട്ടികളെ പ്രബോധിപ്പിച്ച് നമ്മൾ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. ബുദ്ധി നമ്മളിലിരിക്കുകയാണ്. ആ ബുദ്ധി സദ്ബുദ്ധിമാനായിട്ട് നമുക്ക് വരണമെങ്കിൽ ആധ്യാത്മിക ധ്യാനത്തിലൂടെയും ജപം ഉപാസനയിലൂടെ മാത്രമേ വരികയുള്ളൂ. അതുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നല്ല വചനങ്ങളിലൂടെ രക്ഷിതാക്കള് അക്ഷോഭ്യരായിട്ട് കോപിക്കാൻ മാത്രമാവരുത് നമ്മുടെ ദേഷ്യം. കുട്ടികളോട് കാണിക്കാതെ അവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുത്ത് നല്ല കലാലയങ്ങൾ വിട്ട് ഭഗവത്ഗീത ക്ലാസ്സൊക്കെ 700 ശ്ലോകങ്ങളിൽ കാതലായതൊന്നു പഠിക്കൂ. കാതലായ ഒരൊറ്റ ശ്ലോകം പഠിച്ചാൽ മതി. നേടേണ്ടതായി പിന്നൊന്നുമില്ല. അതാണ് ഭഗവാൻ പറഞ്ഞ. അതാണ് 700-ൽ 1 പഠിക്കും. എവിടെ നന്മയുണ്ടോ അവിടെയെല്ലാം ഈശ്വരാധീനം കൂടുതലുള്ള മനസ്സുകളിലേക്ക് ദിവ്യജ്ഞാനം ഉദിക്കും. എൻ്റെ ഭക്തനും ഞാനും ഒന്നെന്ന് അവന് ഞാൻ കാട്ടിക്കൊടുക്കും. ലോക നന്മനിക്കായിക്കൊണ്ട് എൻ്റെ ഭക്തൻ വർദ്ധിക്കും. അതിനപ്പുറം ഒന്നുമില്ല. ഈ ഭക്തിയാണ് സജ്ജനങ്ങളെ നമുക്ക് കരഗതമാക്കേണ്ടത്. ലോകനാഥനായ വിഭുവിൻ്റെ സൽക്ഷേത്രത്തില് ഇത്രയും സമയം എനിക്ക് ഇന്ന് പ്രഭാഷണം പറയാൻ എനിക്ക്
ആശിസ്സുകളോടുകൂടി നിങ്ങളുടെ മുമ്പിൽ എത്താനായിട്ട് അവസരം ഈ ക്ഷേത്ര ഭാരവാഹികൾക്കെല്ലാം തന്നെ ഭഗവാന്റെ നാമധേയത്തിൽ എൻ്റെ നിസ്സീമമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ അനന്തകോടി പ്രണാമങ്ങൾ. 6ാമത്തെ വേദി എൻ്റെ ഭഗവാൻ അനുഗ്രഹിക്കപ്പെട്ട് എന്നെ ഇവിടെ എത്തിച്ചത് ഭഗവാന്റെ സാക്ഷാത്കാരമാണ്. ഭഗവാനാൽ ദത്തമായ മനസ്സോടുകൂടി നിങ്ങൾ ഈ ശ്രോതാക്കളുണ്ടെങ്കിലേ വക്താവിന് പറയാനുള്ള ആശിസ്സുള്ളൂ. നിങ്ങൾ എനിക്ക് നൽകിയ പ്രചോദനം, ഇത്രയും നേരം നിങ്ങൾ ഇവിടെ ഇരുന്നത് കൊണ്ട് എനിക്ക് നിങ്ങൾ നൽകിയ പ്രചോദനം, നിങ്ങളിലേക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും സർവ്വലോകേശനായ ഭഗവാൻ നൽകട്ടെ എന്ന് ഭഗവാൻ നാമധേയത്തോടുകൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കല്ലുമലിഞ്ഞൊലി ചില്ലാതെയാകുന്ന കല്ലോലിനിയാണോ ഭഗവതും, നീതി അനീതികൾ വേർതിരിച്ചോതുന്ന വേദാന്ത സരമി ഭഗവതം, അന്തകൻ പോലും ഭയന്നകന്നോടുന്ന മാന്ത്രിക ചെപ്പണി ഭഗവതം, കേൾക്കുന്ന മാത്രയിൽ അനശ്വര ഭാഗ്യങ്ങൾ സിദ്ധിക്കും നല്ലൊരു ഭഗവതം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. കൗതുകം ഇല്ലിനിൽ മീതെ ഒന്ന് സാന്ത്വനമായൻ മുന്നിലെത്താൻ. ഓം തത്സത്, ഓം തത്സത്, ഓം തത്സത്.